എല്ലാവർക്കും സ്കിലറോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് പാഠമായ ലെൻസ് ആണ്. നമുക്ക് ലെൻസ് എന്ന പാഠത്തിലോട്ട് പോകാമെങ്കിൽ അപ്പം എന്താണ് നിങ്ങൾ ആ ലെൻസിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്? എന്താ ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മീഡിയം വിച്ച് റിഫ്രാക്റ്റീവ് സർഫേസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ദാറ്റ് ബെൻസ് ലൈറ്റ് ടു ഫോം ആൻ ഇമേജ്. എന്താണ് ഇത് പറഞ്ഞ നമുക്കൊന്നുമല്ല. എന്താണ് ലെൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് മിറർ എന്ന് അറിയാം. മിറർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മിറർ ലൈറ്റ് സർഫസ് എന്ത് ചെയ്യുവാണ്? റിഫ്ലക്ട് ചെയ്താണ് ആര് വർക്ക് ചെയ്യുന്നത്? മിറർ വർക്ക് ചെയ്യുന്നത് അല്ലേ? അതേസമയം ഒരു ലെൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ലെൻസ് രണ്ട് ലെൻസ് ഉണ്ടല്ലേ, കോൺകേവും കോൺവെക്സും. അതൊക്കെ പോട്ടെ, ഇതൊരു ലെൻസ് ആണ് ചെയ്യുന്നത്, ഇതൊരു ലെൻസ് ആണ് വിചാരിക്കുക. ലെൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? വരുന്ന ലൈറ്റ് റേസിനെ ലെൻസ് എന്ത് ചെയ്യുന്നു? റിഫ്രാക്ട് ചെയ്യുന്നു. വരുന്ന ലൈറ്റ് റേസിനെ ലെൻസ് എന്ത് ചെയ്യുന്നു? റിഫ്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആരുടെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ലെൻസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ അല്ലേ. പ്രധാനമായിട്ടും നിങ്ങൾക്ക് രണ്ട് തരം ലെൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ലെൻസ്? ഫസ്റ്റ് ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. എന്താണ് കോൺവെക്സ് ലെൻസ്? കോൺവെക്സ് ലെൻസ് എന്താണ്? രണ്ട് സൈഡും ബൾജായിരിക്കും. രണ്ട് സൈഡ് ഇങ്ങനെ ബൾജായിരിക്കുന്ന ലെൻസ് പറഞ്ഞ പേരാണ് കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന്റെ രണ്ട് എൻഡും എന്താണ്? തിന്നായിരിക്കും. രണ്ട് എൻഡും എന്താണ്? തിന്നായിരിക്കും. എന്തിനെ അപേക്ഷിച്ച്? കമ്പാരിറ്റീവ്ലി അതിന്റെ നടുക്കത്തെ പാർട്ട് കുറച്ച് വൈഡ് ആയിരിക്കും. രണ്ട് എൻഡും തിന്നായിരിക്കും, നടുക്കത്തെ പാർട്ട് കുറച്ച് വൈഡ് ആയിരിക്കും. അതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ. ഇനി എന്താണ് കോൺകേവ് ലെൻസ്? കോൺകേവ് ലെൻസ് എന്താണ്? ഈ പറഞ്ഞ കണക്കിന് എന്താണ്? ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. എന്താണ്? ഒരു നേരത്തെ കോൺവെക്സ് ലെൻസ് അടുത്ത് ബൾജ് അല്ലായിരുന്നു. ഇവിടെ എന്താണ്? രണ്ടിടത്ത് കുറച്ച് കേവ്ഡ് ആണ്, കുഴിഞ്ഞതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ. കോൺകേവ് ലെൻസ് നോക്കി, രണ്ടിടത്ത് കുഴിഞ്ഞതല്ലേ, രണ്ടിടത്ത് കേവ് ആയിട്ടല്ലേ. ഇപ്പൊ നോക്കി, ഇതിന്റെ രണ്ട് എൻഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ നടുക്കത്തെ എൻഡിന് വിട്ട് കുറവല്ലേ അല്ലേ? വിട്ട് കുറവാണല്ലേ. കോൺവെക്സ് ലെൻസ് എന്താണ്? രണ്ടിടത്തെ എൻഡ് നടുക്കത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ വിട്ട് കുറവാണ്. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടിടത്തെ എൻഡ് നടുക്കത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് അല്ലേ. മനസ്സിലായോ? ഇനി എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് വർക്ക് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് പ്രധാനമായും വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്ത് നോക്കണം. വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്ത് മാറ്റുകയാണ്. വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്ത് മാറ്റുകയാണ്. അതുകൊണ്ട് നമുക്ക് കോൺവെക്സ് ലെൻസിനെ എന്തെന്ന് വിളിക്കാം? കോൺവെക്സ് ലെൻസ് ഇസ് ആൾസോ നോൺ എന്താണ്? കൺവെർജിങ് ലെൻസ്. എന്താണ്? ഇങ്ങനെ കൺവെർജ് ചെയ്ത് നമുക്ക് വിളിക്കാം കൺവെർജിങ് ലെൻസ് എന്നും ആര് വിളിക്കാം? കോൺവെക്സ് ലെൻസ് വിളിക്കാം. ഇനി എങ്ങനെയാണ് കോൺകേവ് ലെൻസ് വർക്ക് ചെയ്യുന്നത്? കോൺകേവ് ലെൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? കോൺകേവ് ലെൻസ് വരുന്ന ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്ത് മാറ്റുവാണ്. വരുന്ന ലൈറ്റ് റേസിനെ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് മാറ്റുവാണ്. അതുകൊണ്ട് നമുക്ക് കോൺകേവ് ലെൻസ് എന്ന് വിളിക്കാം. കോൺകേവ് ലെൻസ് ആൾസോ നോൺ ആസ് എന്താണ്? ഡൈവേർജിങ് ലെൻസ്. എന്താണ്? ഡൈവേർജിങ് ലെൻസ്. അപ്പൊ എന്താണ് കോൺവെക്സ് ലെൻസ്? കോൺകേവ് ലെൻസ് മനസ്സിലായോ? കോൺവെക്സ് ലെൻസ് എന്താണ്? കൺവെർജിങ് ആണ്. വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്യുന്നു, കൂട്ടിമുട്ടിക്കാൻ നോക്കും. പക്ഷെ കോൺകേവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കോൺകേവ് വരുന്ന ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്ത് അതിന്റെ കൂട്ടിമുട്ടാതെ രണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ട് വിടുന്നല്ലേ. അപ്പൊ അതിനെ പറഞ്ഞ പേരാണ് ഡൈവേർജ് ചെയ്യുക അല്ലെ. കോൺകേവ് ലെൻസ് ലൈറ്റ് റേസിന് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. കോൺകേവ് ലെൻസിന് വേറെ പേരാണ് ഡൈവേർജിങ് ലെൻസ്. ഇത് കിടപ്പുണ്ട്. എന്താണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കോൺവെക്സ് ലെൻസ് ആൾസോ കാൾഡ് കൺവെർജിങ് ലെൻസ്. അങ്ങനെ പേരിട്ട കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നോക്കി, ഇവിടെ നോക്കി, എന്ത് നോക്കിയ തിന്നല്ലേ, മറ്റേ മിഡിൽ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിന്നല്ലേ കോൺവെക്സ് ലെൻസിന്റെ. തിക്കർ ഇൻ ദ മിഡിൽ ദാൻ അറ്റ് എഡ്ജസ്. എഡ്ജസുമായി കമ്പയർ ചെയ്യുമ്പോൾ നടുക്കത്തെ പാർട്ട് മിഡിലാണ്. നടുക്കത്തെ മിഡിൽ പാർട്ട് കുറച്ച് തിക്കാണ് അല്ലേ. ഇറ്റ് ബ്രിങ്സ് ലൈറ്റ് റേസ് ടുഗദർ. എന്ത് ചെയ്യണം? ലൈറ്റ് റേസ് ഇങ്ങനെ വരുവാണ്. എന്ത് ചെയ്യുവാണ്? ഇത് കൺവെർജ് ചെയ്യുവാണ് അല്ലെ. ലൈറ്റ് റേസ് ഇങ്ങനെ വരുവാണെങ്കിൽ കൺവെർജ് ചെയ്ത് മാറ്റുവാണ് അല്ലേ. മാഗ്നിഫൈങ് ഗ്ലാസ് നമ്മളിപ്പം ഭൂതക്കണ്ണാടിക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? കോൺവെക്സ് ലെൻസ് എക്സാമ്പിൾ. ഭൂതക്കണ്ണാടി മാത്രമല്ല, നമ്മളിപ്പം പ്രൊജക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? അതെല്ലാം എന്ത് എക്സാമ്പിൾ? അതെല്ലാം കോൺവെക്സ് ലെൻസ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്ത എന്താണ് കോൺകേവ് ലെൻസ്? കോൺകേവ് ലെൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുവാണ്? ഡൈവേർജ് ചെയ്ത് മാറ്റുവാണ്. വരുന്ന ലൈറ്റ് റേസ് എങ്ങനെ ഡൈവേർജ് ചെയ്ത് മാറ്റുക. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഡൈവേർജ് ലെൻസ് വിളിക്കുന്നത് കേട്ടോ. തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ്. അപ്പൊ എന്താണ്? മിഡിൽ പാർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് എഡ്ജ് പാർട്ട് കുറച്ച് തിക്കല്ലേ. ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട് ലൈറ്റ് റേസ് ഡൈവേർജ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ലൈറ്റ് റേസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡൈവേർജ് വിടുന്നത് അല്ലേ. യൂസിങ് സ്പെക്ടക്കിൾസ് ഫോർ പീപ്പിൾ വിത്ത് മയോപ്പിയ, ഷോർട്ട് സൈറ്റ്നെസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിപ്പോ ഒരാളെ കണ്ണാണ് വിചാരിക്കുക. കൃത്യം കണ്ണിന്റെ റെറ്റിനയിൽ വന്ന് ലൈറ്റ് റേസ് കൂട്ടിമുട്ടി ഇമേജ് ഫോം ചെയ്തല്ലേ ആ വ്യക്തി കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചില ആൾക്കാരിൽ എന്താണ്? ലൈറ്റ് റേസ് അവരുടെ പ്രായം കൂടുതൽ പോലെ എന്താണ്? കോൺവെക്സിൽ അവരുടെ കണ്ണിൽ കോൺവെക്സ് ലെൻസ് അല്ലേ. കോൺവെക്സ് ലെൻസിന്റെ തിക്നെസ് കുറഞ്ഞ് എന്താണ്? ഈ റെറ്റിനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് കൂട്ടിമുട്ടി, ലൈറ്റ് റേസ് കൂട്ടിമുട്ടി ഇവിടെ ഇമേജ് ഫോം ചെയ്യും. ഇവിടെ ഇമേജ് ഫോം ചെയ്യും. റെറ്റിനയിലായിരുന്നു ഇമേജ് ഫോം ചെയ്യേണ്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? റെറ്റിനയ്ക്ക് മുമ്പേ ഇമേജ് സംഭവിച്ചു. ഈ കണ്ടീഷനെ പറഞ്ഞ പേരാണ് മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ്നെസ്. മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ്നെസ്. നമുക്ക് ഷോർട്ട് സൈറ്റ്നെസ് പരിഹരിക്കാൻ എന്ത് ചെയ്യാം? ഇതെന്താണ്? പെട്ടെന്ന് കൺവെർജ് ആണ്. ഇതെന്താണ്? കുറച്ചും കൂടെ
ബാക്കിലായിരുന്നു കൺവെർജ് ആവട്ടെ, പക്ഷെ എന്താണ് പെട്ടെന്ന് കൺവെർജ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരു കോൺകേവ് ലെൻസ് സ്ഥാപിച്ചാൽ പോരെ. ഒരു കോൺകേവ് ലെൻസ് എന്താ ചെയ്യുന്നത്, വരുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യിക്കുമല്ലേ. അപ്പൊ വരുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് എന്താണ്, ഇങ്ങോട്ട് പോകത്തില്ലേ. ഓക്കെ, ഡൈവേർജ് ആവുന്നുണ്ട്, ഡൈവേർജ് ആവുന്നുണ്ട്. ഡൈവേർജ് ആയി കൃത്യം എന്താണ്, നമ്മളെ റെറ്റിനയിൽ ഇമേജ് കിട്ടുന്നു. അപ്പം മയോപ്പി അഥവാ ഷോർട്ട് സൈറ്റ്നെസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്, കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. നോക്കിയേ, ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് സ്പിയർ എടുത്ത് അടുത്ത വേറൊരു ഗ്ലാസ് സ്പിയർ എടുത്ത് ഈ രണ്ട് ഗ്ലാസ് സ്പിയറുടെ കൺവെർജൻസ് എല്ലാം കണ്ടോ. ഇതെന്താ, ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഇതല്ലേ ബേസിക്കലി ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയാൻ പോലെ രണ്ടിടത്തും ബൾജ് ആയിട്ട് ഒരു ഗ്ലാസിന്റെ സ്ട്രിപ്പ് അല്ലേ. ഇവിടെ എന്താണ്, രണ്ട് ഗ്ലാസിന്റെ സ്പിയറിനെ കൺവെർജ് ചെയ്ത് ഇവിടെ കുറച്ച് പാർട്ട് ഉണ്ടാക്കിയില്ലേ. ഇതൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കോൺവെക്സ് ലെൻസ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നോക്കിയാൽ ഈ സ്പിയറിന്റെ സെന്റർ തൊട്ട് ഈ സ്പിയറിന്റെ ഈ പോയിന്റ് വരെ, അത് ബേസിക്കലി റേഡിയസിന്റെ അവിടെ വരെ ഞാൻ വരയ്ക്കും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ പറഞ്ഞ പേരാണ് ഈ കോൺവെക്സ് ലെൻസിന്റെ 2F അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. 2F അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതും ഒരു സ്പിയർ അല്ലായിരുന്നു. അപ്പൊ ഇതിന് എന്താണ്, മറ്റേ മിഡിൽ പാർട്ട് സെന്റർ കാണത്തില്ല. അപ്പൊ ആ സെന്ററിൽ നിന്ന് എന്താണ്, ഇത് ഈ റേഡിയസിലുള്ള ഈ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇവിടെ ഇതിനെയാണ് 2F ആയിട്ട്, ഇതിന്റെ 2F ഇവിടെയും ഇപ്പുറത്തെ സൈഡ് 2F ഇവിടെയാണ് വരുന്നത്. നോക്കി, ഈ ലെൻസിന്റെ ഉണ്ടോ, ഈ ലെൻസിന്റെ തിക്നെസ് എത്രയല്ലേ, ഈ ലെൻസിന്റെ തിക്നെസ് എത്രയാണല്ലേ, ഈ ലെൻസിന്റെ കൃത്യം നടുക്കത്തെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് O അഥവാ ഒപ്റ്റിക് സെന്റർ. O അഥവാ ഒപ്റ്റിക് സെന്റർ അല്ലേ. അടുത്തെന്താണ്, ഈ 2F-ന്റെയും OF-ന്റെയും ഞാൻ കൃത്യം നടുക്കൊരു പോയിന്റ് എടുക്കുകയാണ്. 2F-ന്റെയും OF-ന്റെയും കൃത്യം നടുക്കൊരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിനെ പറഞ്ഞ പേരാണ് ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസ് എന്ന് വിളിക്കാം, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കാം. പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് വിളിക്കുന്നത്, ഫോക്കസ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ഈ സ്പിയറിന്റെ നമ്മൾ രണ്ട് സ്പിയർ കൺവെർജ് ചെയ്ത് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുവാണെങ്കിൽ ആ സ്പിയറിന്റെ സെന്റർ നമ്മൾ എന്ത് വിളിക്കാം, 2F അഥവാ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം അല്ലേ. പിന്നെന്താണ്, ആ നമ്മളെ ലെൻസിന്റെ കൃത്യം ആ തിക്നെസിന്റെ മിഡിൽ പാർട്ട് കൃത്യം ഞാൻ നടുക്കെടുക്കുവാണെങ്കിൽ അതിനെ എനിക്ക് വിളിക്കാം O അഥവാ ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കാം. ഇനി ഒപ്റ്റിക് സെന്റർ തൊട്ട് 2F വരെയുള്ള ദൂരത്തിന്റെ കൃത്യം നടുക്കത്തെ പാർട്ട് എന്ത് വിളിക്കാം, F അഥവാ ഫോക്കസ് എന്ന് വിളിക്കാം. ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കാം. ഇനി നോക്കിയേ, ഈ ഫോക്കസ് തൊട്ട് ഈ ഒപ്റ്റിക് സെന്റർ ഉണ്ടല്ലോ, ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരത്തിനെ പറഞ്ഞ പേരാണ് ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരത്തിനെ പറഞ്ഞ പേരാണ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മാൾ ലെറ്റർ F. എന്താണ്, ഫോക്കൽ ലെങ്ത്. എന്താണ്, ഫോക്കൽ ലെങ്ത്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ അടുത്ത് എന്താണ്, അപ്പൊ ഫോക്കസ് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ല, ഇവിടെ 2F ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഫോക്കസ് ഉണ്ടല്ലേ. എന്താണ്, ലെൻസിന് രണ്ടിടത്തും എന്താണ്, ഫോക്കസ് ഉണ്ട്, 2F ഉണ്ട്, പക്ഷെ ഒരു ഒറ്റ സെന്റർ ഓഫ് കർവേച്ചർ മാത്രം, ഒരു ഒറ്റ ഒപ്റ്റിക് സെന്റർ മാത്രമേ ഉള്ളൂ അല്ലേ. നോക്കി, ഈ ലെൻസിനോട് ഈ ഒരു വര എനിക്ക് വരച്ചൂടെ. ഈ ലെൻസിൽ ഞാൻ ഒരു വര വരയ്ക്കുവാണ്, 2F-ഉം F-ഉം O'യും അപ്പുറത്തെ F-ഉം 2F-ഉം കടന്നു പോകുന്ന ഒരു വര വരയ്ക്കുവാണ് വിചാരിക്കുക. ഇതൊരു ആക്സിസ് അല്ലേ, ഈ വര നമുക്ക് ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്തൂടെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ്. എന്താണ്, ഒപ്റ്റിക് ആക്സിസ്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ ഒരു കേസ് തന്നെ ആർക്കും വരുന്നുണ്ട്, കോൺകേവ് ലെൻസിന് വരുന്നില്ലേ. കോൺകേവ് ലെൻസ് എന്താണെന്ന് ആലോചിക്കുകയും, രണ്ടിടത്തും ഇത് സ്പിയർ ആണെന്ന് വിചാരിക്കുക, ഇതൊരു സ്പിയർ ആണെന്ന് കൺസിഡർ ചെയ്യുക അല്ലേ. ഈ രണ്ട് സ്പിയറിന്റെ ഞാൻ ഈ പാർട്ട് രണ്ടും ജോയിൻ ചെയ്യുന്നു, ഈ പാർട്ട് രണ്ടും ജോയിൻ ചെയ്യുന്നു. ഞാൻ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഗ്ലാസ് ഫില്ല് ചെയ്യാൻ വിചാരിക്കുക. ഇതപ്പോ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതൊരു കോൺകേവ് ലെൻസ് ആക്ട് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഈ പോയിന്റ് എന്താണ്, ഈ സ്പിയറിന്റെ സെന്റർ എന്ന് വിളിച്ച് 2F എന്ന് വിളിച്ച്, ഇവിടെ എന്താണ് 2F ഉണ്ട്. ഇതിനൊക്കെ ഈ ലെൻസിന്റെ അല്ലെങ്കിൽ ഈ ഗ്ലാസ് പീസിന്റെ കൃത്യം നടുക്ക് വരുന്ന പോയിന്റ് എന്ന് വിളിക്കാം ഒപ്റ്റിക് സെന്റർ അതോ O എന്ന് വിളിക്കാം. അത് കൂടിച്ചത് എന്ത് വരച്ച് ഒരു ഒപ്റ്റിക് ആക്സിസ് നമുക്ക് വരയ്ക്കാം. അത്രയും പോയിന്റ്സിനെ കുറിച്ച് നമുക്ക് ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കാം. പിന്നെ എന്താണ്, ഓയുടെയും 2F-ന്റെ കൃത്യ സെന്ററിലായിട്ട് എന്തുണ്ട്, ഫോക്കസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഫോക്കസ് ഉണ്ട്. അടുത്ത O മുതൽ F വരെയുള്ള ലെങ്തിന് പറഞ്ഞ പേരെന്താണ്, ഫോക്കൽ ലെങ്ത് അഥവാ സ്മാൾ ലെറ്റർ F എന്ന് വിളിക്കാം. ഓക്കെ, 2F എന്തായിരുന്നു, സെന്റർ ഓഫ് കർവേച്ചർ അഥവാ 2F അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. ഞാൻ 2F എന്ന് വിളിക്കാൻ കാര്യം എന്താ, ഈ കൃത്യം O തൊട്ട് F വരെയുള്ള ദൂരം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് O മുതൽ ഈ 2F വരെയുള്ള ദൂരം അല്ലേ. 2F നമുക്ക് C എന്നും കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, സെന്റർ ഓഫ് കർവേച്ചർ C എന്നും കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ O തൊട്ട് F വരെയുള്ള ദൂരം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് O മുതൽ 2F വരെയുള്ള ദൂരം. അതുകൊണ്ടാണ് 2F എന്ന് വിളിച്ചത്. O തൊട്ട് F വരെയുള്ള ദൂരം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് O തൊട്ട് C വരെയുള്ള ദൂരം. അതുകൊണ്ടാണ് C എന്തെന്ന് വിളിച്ചത്, 2F എന്ന് വിളിച്ചത് കേട്ടോ.
വേറെ വലിയ സംഭവം അല്ല. മനസ്സിലായോ? അടുത്ത എന്താണ് നോക്കി, ടെക്സ്റ്റ് സംഭവം നോക്കി. മിഡിൽ പോയിന്റ് ഓഫ് ദ ലെൻസ് ഓപ്റ്റിക് സെന്റർ പറഞ്ഞ കാര്യമാണ്. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ലെൻസ് സ്ഫിയർ പറഞ്ഞ കാര്യം തന്നെയാണ്, അതെല്ലാം പറഞ്ഞ കാര്യമാണ് അല്ലേ. അടുത്ത എന്താണ്, ഞാനിപ്പോ ഒരു എന്താണ് കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്ത് കോൺവെക്സ് ലെൻസിനെ വരച്ചു, ഒപ്റ്റിക് ആക്സിസിനെ വരച്ചു, ഒപ്റ്റിക് സെന്റർ ഞാൻ വരച്ചു, 2F ഞാൻ വരച്ചു, എഫ് ഞാൻ വരച്ചു, ഇവിടെ എഫ് വരച്ചു, ഇവിടെ 2F വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരുവാന്ന് കൺസിഡർ ചെയ്യുക. ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് കൺസിഡർ ചെയ്യുക. ഈ ലൈറ്റ് റേസ് എന്താണ്, കൃത്യം പാരലൽ ആയിട്ട് വരുമല്ലേ. കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നത്, വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്യും അല്ലെ. കോൺവെക്സ് ലെൻസ് അഥവാ കൺവെർജിംഗ് ലെൻസ് ആണ് അല്ലെ. കോൺവെക്സ് ലെൻസ് വരുന്ന ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വന്ന് റിഫ്രാക്ട് ചെയ്ത് സംഭവിക്കുന്നത് ഫോക്കസ് വഴി ലൈറ്റ് റേസ്, ഇവിടുത്തെ അപ്പർ സൈഡിലെ ഫോക്കസ് വഴി ലൈറ്റ് റേസ് കടന്നു പോകും. സംശയമുണ്ടോ? അതിനൊക്കെ ഇവിടെ ലൈറ്റ് റേസ് പാരലായിട്ട് വരുവാണ്. ലൈറ്റ് റേസ് പാരലായിട്ട് സംഭവിച്ച് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച് കൃത്യം അപ്പുറത്തെ ഫോക്കസ് വഴി കടന്നു പോവുകയാണ് അല്ലെ. ഇവിടെ എന്ത് തന്നെയാണ് കൃത്യം വരുന്നു, ഫോക്കസ് വഴി ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ്, ഒരു കോൺവെക്സ് ലെൻസിൽ ഞാൻ ലൈറ്റ് റേസ് എത്ര ഇൻഫിനിറ്റി എമൗണ്ട് ലൈറ്റ് റേസിനെ വന്നാൽ എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റി എമൗണ്ട് ലൈറ്റ് റേസിനെ എന്ത് ചെയ്യുന്നു, ഈ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു, ഫോക്കസില് കൺവെർജ് ചെയ്യുന്നല്ലേ. ഫോക്കസിൽ കൺവെർജ് ചെയ്യുന്നു. സംശയമുണ്ടോ? അപ്പൊ ലൈറ്റ് റേസിനെ അവിടെ എന്ത് ചെയ്യുവാണ്, ഈ ഫോക്കസിനെ അവിടെ കൊണ്ട് കൺവെർജ് ചെയ്യിക്കുകയാണ്. ആര്, കോൺവെക്സ് ലെൻസ് കേട്ടോ. അടുത്ത് എന്താണ് ഈ കോൺകേവ് ലെൻസ് ചെയ്യുന്നത്, കോൺകേവ് ലെൻസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്, വരുന്ന ഒരു ഞാൻ ഒപ്റ്റിക് ആക്സിസ് വരച്ചു, ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു, എഫ് മാർക്ക് ചെയ്തു, 2F അഥവാ സി മാർക്ക് ചെയ്തു, ഇവിടെ എഫ് അഥവാ 2F മാർക്ക് ചെയ്തു, ഇവിടെ സി മാർക്ക് ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞത് എന്ത് വരുക, ലൈറ്റ് റേസ് ഒപ്റ്റിക് ആക്സിന് പാരലായിട്ട് വരുവാന്ന് കൺസിഡർ ചെയ്യുക. എന്ത് സംഭവിക്കുന്നു, കോൺവെക്സ് ലെൻസ് കൺവെർജ് ചെയ്യിക്കും അല്ലേ. കോൺകേവ് ലെൻസ് എന്താ ചെയ്യുന്നത്, ഡൈവേർജ് ചെയ്യുക. അതുകൊണ്ടല്ലേ ഡൈവേർജൻസ് വിളിച്ചതല്ലേ. എന്ത് ചെയ്യുക, ഇത് ഡൈവേർജ് പോവല്ലേ അങ്ങ്. മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്യുന്നത്, ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഡൈവേർജ് ആയി പോകുന്നുണ്ട് അല്ലേ. ഈ ഡൈവേർജ് ചെയ്ത പാർട്ട് ഉണ്ടല്ലോ, ഈ ഡൈവേർജ് ചെയ്ത പാർട്ടിനെ ബാക്കിലോട്ട് ഒന്ന് വരച്ചു നോക്കിയേ. ആ ഡൈവേർജ് പോയ പോയിന്റ് ഞാൻ ബാക്കിലോട്ട് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്ന, ഫോക്കസ് കൺവെർജ് ആയോ? ഇവിടെ ഫോക്കസ് കൺവെർജ്, പക്ഷെ എവിടെ കൺവെർജ് ആയത്, ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ആണല്ലേ. ഞാൻ ഡൈവേർജ് ചെയ്യുവാണ്, നമ്മൾ അപ്പുറത്തെ ഫോക്കസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്യണം അല്ലേ. ഡൈവേർജ് ചെയ്യണം, പക്ഷെ എന്ത് സംഭവിക്കുവാണ്, കൺവെർജസ് ഓൺ ദ ഫോക്കസ് ഓഫ് സെയിം സൈഡ് അല്ലേ. സെയിം സൈഡിലെ ഫോക്കസ് ആണ് കൺവെർജ് ആവുമല്ലേ. നമ്മൾ അപ്പർ സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ലൈറ്റ് റേസ് വന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഡൈവേർജ് ആയി പോകും. പക്ഷെ നമ്മൾ ഡൈവേർജ് ആയി പോകുന്ന പോയിന്റിന് താഴെ നമ്മൾ ബാക്കിലോട്ട് സ്റ്റെപ്പ് റീട്രാക്ട് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് എനിക്ക്, ഇവിടുത്തെ ഫോക്കസുമായിട്ട് കൺവെർജ് ആവുന്നുണ്ട് അല്ലേ. ഇതാണ് കോൺകേവ് ലെൻസ് സംഭവിക്കുന്നത്. കോൺകേവ് ലെൻസിൽ പാരലൽ റേസ് കൊണ്ട് സംഭവിക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കണ്ടത്. നേരത്തെ എന്താണ്, കോൺവെക്സ് ലെൻസിന്റെ എന്തായിരുന്നു, കോൺവെക്സ് ലെൻസിന്റെ പാരലൽ റേസും സംഭവിക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. കോൺകേവും കോൺവെക്സ് ലെൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് റിയൽ ഇമേജ്, വിർച്വൽ ഇമേജ്, എന്താണ് റിയൽ ഇമേജ്, എന്താണ് വിർച്വൽ ഇമേജ്? ബേസിക്കലി ഒന്നുമില്ല. റിയൽ ഇമേജ് എന്താണ്, ഒരു ഇമേജ് ഒരു ലെൻസ് മൂലമോ ഒരു മിറർ മൂലമോ എന്ത് മൂലം ഉണ്ടാകുന്ന ഇമേജ് എനിക്കൊരു ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും സർഫസിൽ സർഫസിൽ എനിക്ക് പ്രൊജക്ട് ചെയ്യാമെങ്കിൽ, സർഫസിൽ എനിക്ക് പതിപ്പിക്കാമെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ന് പറയുമ്പോൾ റിയൽ ഇമേജ്. മനസ്സിലായോ? പിന്നെ ഞാൻ പ്രൊജക്ടർ എടുക്കണം, പ്രൊജക്ടറിൽ എന്ത് വരുവാണ്, ലൈറ്റ് റേസ് വരുവാണല്ലോ, പ്രൊജക്ടറിൽ നിന്ന് ലൈറ്റ് റേസ് വരുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്ടറിൽ നിന്ന് ഇമേജ് എനിക്ക് സ്ക്രീനിൽ ഫോക്കസ് ചെയ്ത് സ്ക്രീനിൽ എനിക്ക് പതിപ്പിച്ചൂടെ, സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ ലെഫ്റ്റ് സാധിച്ചാൽ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റേ കണ്ണാടി, നമ്മൾ സാധാ കാണുന്ന പ്ലെയിൻ മിററിൽ എന്താ സംഭവിക്കുന്നത്, പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജ് നമുക്ക് ഒരു സർഫസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്ലെയിൻ മിററിൽ ഇമേജ് ഉണ്ടാകുന്നുണ്ട്, അത് ഏതെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷീറ്റിലോ എന്തെങ്കിലും എനിക്കൊന്ന് ആ ഇമേജിനെ അവിടെ പതിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല അല്ലെ. അങ്ങനത്തെ ഇമേജിനെ പറഞ്ഞ പേരാണ് വിർച്വൽ ഇമേജ്. അല്ലാതെ
നമുക്ക് ഏതെങ്കിലും ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൽ പതിപ്പിക്കാൻ വേണ്ട ഇമേജിനെ പറഞ്ഞാൽ റിയൽ ഇമേജ്. എന്താണ് റിയൽ ഇമേജ്? റിയൽ ഇമേജിൽ ഉണ്ടാവുന്ന ഇമേജ്, റിയൽ ഇമേജ് ആയിട്ട് ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും? എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഞാനിപ്പം ഒരു ഒബ്ജക്റ്റ് എടുത്തല്ലേ, ആ ഒബ്ജക്റ്റിന്റെ ഒരു റിയൽ ഇമേജ് ഞാൻ എടുക്കുവാണ്. റിയൽ ഇമേജ് എടുക്കാൻ ഇങ്ങനെ ഇട്ടു, എനിക്ക് അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും കിട്ടും. സംശയമുണ്ടോ? അപ്പൊ റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഞാൻ ഒരു ഒബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ കൃത്യം തലകീഴായിട്ടായിരിക്കും അതിന്റെ ഇമേജിന് കിട്ടുന്നത്. പക്ഷെ അതേസമയം വിർച്വൽ ഇമേജ് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ തലകീഴായ ഇമേജ് ആണ് കാണുന്നത്? അല്ലല്ലേ. കണ്ണാടി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ എന്താണ്? ചെറിയൊരു ഇൻവേഷൻ ഉണ്ട്. എന്താ ഇൻവേഷൻ ആയിട്ടുള്ളത്? അവിടുത്തെ ലെഫ്റ്റ് നമ്മൾ റൈറ്റും, അവിടുത്തെ റൈറ്റ് നമ്മൾ ലെഫ്റ്റും ആണ്, അല്ലേ? ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാ ടൈം പഠിക്കാനില്ല. ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറയും. അല്ലാതെ ഇൻവേർഷൻ സംഭവം നമ്മൾ അവിടെ ഇല്ലല്ലേ. അവിടെ എന്താണ്? ഇറക്റ്റ് ഇമേജിൽ കിട്ടുന്നത്. ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, ഇപ്പൊ ഞാൻ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചു, ആ വ്യക്തിയുടെ ഇമേജ് എന്താണ് കിട്ടും? അങ്ങനെ തന്നെ കിട്ടും, അല്ലേ? വേറെ ഇതിന് ഇൻവേർട്ടർ ആയിട്ട് തലകീഴായിട്ട് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്താണ്? നേരെ കിട്ടാതെ റിയൽ ഇമേജ് ആണ് നമുക്ക് ഒരിക്കലും നേരെ കിട്ടാതെ നമുക്ക് എന്താ കിട്ടുള്ളൂ? തലകീഴായി നിൽക്കത്തുള്ളൂ. പക്ഷെ അതേസമയം വിർച്വൽ ഇമേജ് ആണെങ്കിലോ എങ്ങനത്തെ ഒബ്ജക്റ്റ് ആണോ അതേ ഓറിയന്റേഷനിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത്. അത് ഇൻവേഷൻ ആയിട്ടായിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ് അല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. വിർച്വൽ ഇമേജ് എക്സാമ്പിൾ എന്താണ്? പ്ലെയിൻ മിറർ. എന്താണ്? പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എന്ത് എക്സാമ്പിൾ ആണ്? വിർച്വൽ ഇമേജിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ പ്ലെയിൻ മിറർ ഉണ്ടാകുന്ന ഇമേജ് എന്ത് ഇമേജ് ആണ്? ഇറക്റ്റ് ഇമേജ് അല്ലേ? നേരെ നിൽക്കുന്ന ഇമേജ് അല്ലേ? ഇറക്റ്റ് എന്ന് വിളിക്കാം. നമുക്ക് അതിനെ അപ്രൈറ്റ് എന്ന് വിളിക്കാം കേട്ടോ. ഇറക്റ്റ് എന്ന് അപ്രൈറ്റ് എന്ന് വിളിക്കാം കേട്ടോ. ഇപ്പം ഇറക്റ്റ് ആണ് അല്ലെങ്കിൽ അപ്രൈറ്റ് ആണ്, ഇങ്ങനത്തെ ഇമേജ് ആണ് പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന വിർച്വൽ ഇമേജ്. റിയൽ ഇമേജ് എന്താണ്? ഒരിക്കലും എന്താണ് ഇറക്റ്റോ അല്ല അപ്രൈറ്റോ ഇമേജ് അല്ല, അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കേട്ടോ. റിയൽ എക്സാമ്പിൾ നോക്കി എന്ന് കിടക്കുന്ന ഇമേജ് ഫോമുകളാണ് സിനിമ സ്ക്രീൻ പ്രൊജക്ടർ അല്ലേ. പ്രൊജക്ടർ യൂസ് ചെയ്ത് നമുക്ക് സിനിമ സ്ക്രീനിലുള്ള ഇമേജ് എന്ത് ഇമേജ് ആണ്? അത് റിയൽ ഇമേജ് ആണ് കേട്ടോ. അടുത്ത ഇമേജ് ദാറ്റ് ഈസ് ക്യാപ്ചർഡ് ഓൺ ക്യാമറ ഉപയോഗിച്ച് കിട്ടുന്ന ഇമേജ് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ് കേട്ടോ. വിർച്വൽ ഇമേജ് എന്താണ്? നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ, സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്ത ഇമേജ് പറഞ്ഞാണ് വിർച്വൽ ഇമേജ്. എന്താണ്? ഇമേജ് സീൻ ഓൺ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിലുള്ള ഇമേജ് എന്ത് ഇമേജ് എക്സാമ്പിൾ ആണ്? വിർച്വൽ ഇമേജ് എക്സാമ്പിൾ ആണ് കേട്ടോ. കുറച്ച് കോൺവെക്സ് ലെൻസ് കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. നോക്കിയേ, ഇത് കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യുക. ഇത് ഒപ്റ്റിക്കൽ ആക്സിസ് ആണ്, കൺസിഡർ ചെയ്യുക. ഇത് അതിന്റെ ഒപ്റ്റിക് സെന്റർ ആയിരിക്കും, ഇത് അതിന്റെ ഫോക്കസ് ആയിരിക്കും, ഇത് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ 2F ആയിരിക്കും, ഇത് ഫോക്കസ് ആയിരിക്കും, ഇത് സെന്റർ ഓഫ് കർവേച്ചർ 2F ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഒരു ലൈറ്റ് റേ പാരലായിട്ട് നിന്ന് സംഭവിക്കും, കൃത്യ ഫോക്കസിൽ കൂടെ കൺവെർജ് ആയി പോകും, അല്ലേ? കൃത്യ ഫോക്കസിൽ കൂടെ കൺവെർജ് ആയി പോകും. പിന്നെ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒരു വീടിന്റെ വേറൊരു കോൺവെക്സ് ലെൻസ് എടുത്ത് ഒപ്റ്റിക് ആക്സിസ് വരച്ച് സെന്റർ ഓഫ് കർവേച്ചർ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്ത് എഫ് മാർക്ക് ചെയ്ത് 2F അഥവാ സി മാർക്ക് ചെയ്ത് ഇതിന്റെ എഫ് മാർക്ക് ചെയ്ത് സി മാർക്ക് ചെയ്ത് എന്ത് ചെയ്യുവാണ്? ലൈറ്റ് റേസ് കൃത്യ ഒപ്റ്റിക് സെന്ററിൽ കൂടെ ലൈറ്റ് റേസ് കൃത്യ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരുവാണ്. എന്ത് സംഭവിച്ചു? ഇവിടെ ഡീവിയേഷൻ സംഭവിച്ചു, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. ഇവിടെ നോ റിഫ്രാക്ഷൻ ആണ് കേട്ടോ, നോ റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ഒപ്റ്റിക് സെന്ററിൽ കൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നത് സംഭവിക്കും, കൃത്യം അതിന്റെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യും. അവിടെ റിഫ്രാക്ഷൻ ഫിനോമിന സംഭവിക്കത്തില്ല. ഇവിടെ എന്താണ്? ഫോക്കസില് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ എന്ത് സംഭവിക്കും? ഫോക്കസില് കൺവെർജ് ആവും കേട്ടോ, ഫോക്കസിൽ കൺവെർജ് ആവും. തിരിച്ചാലോചിച്ച് നോക്കിയേ, ഇപ്പം പാരലായിട്ട് ഇപ്പൊ ഫോക്കസിൽ കൺവെർജ് ചെയ്യും. അപ്പൊ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കിയേ, കോൺവെക്സ് ലെൻസ് വരച്ചു, ഒപ്റ്റിക് സെന്റർ വരച്ചു, എഫ് വരച്ചു, സി വരച്ചു, ഇവിടെ എഫും സിയും വരച്ചു. ഇവിടെ ഞാൻ ഫോക്കസിൽ കൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യിക്കണം, ഫോക്കസിൽ കൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യിക്കണം. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? പാരലായിട്ട് ലൈറ്റ് റേസ് എന്ത് സംഭവിക്കും? ഫോക്കസിൽ കൂടെ കൺവെർജ് ആവും, അല്ലേ? ഇവിടെ എന്താണ്? ഫോക്കസിൽ കൂടെ ലൈറ്റ് റേസ് എന്ത് സംഭവിക്കും? ഇതുവഴി പാരലൽ ആക്സിസ് വഴി പോകും കേട്ടോ, പാരലായിട്ട് പോകും. ഫോക്കസ് വഴി വരുവാണെങ്കിൽ സംഭവിക്കും, ഫോക്കസ് വഴി വരുവാണെങ്കിൽ പാരലായിട്ട് പോകും. മറ്റേ ആലോചിച്ച് നോക്കിയേ, പാരലായിട്ട് എന്ത് സംഭവിക്കും? ഫോക്കസിൽ കൂടെ പോകും, അല്ലേ? ആ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആലോചിച്ച് നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്, കൺസിഡർ ചെയ്ത കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ ഒപ്റ്റിക് സെന്റർ ആണ്, അല്ലേ? സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ എന്ത് ചെയ്യുവാണ്? ഒരു ഒബ്ജക്റ്റ് എടുത്ത് എവിടെ പ്ലേസ് ചെയ്യുവാണ്? ഇവിടെ 2F ബിയോണ്ട് സി അല്ലെങ്കിൽ 2F ബിയോണ്ട് പ്ലേസ് ചെയ്യണം. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റ് ബിയോണ്ട് 2F, ഞാൻ 2Fന്റെ ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുവാണ്. അപ്പൊ നോക്കി, ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ വരത്തില്ലേ, ഒരു ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് ഈ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ട് വരും അല്ലേ. അത് എന്ത് ചെയ്യും, അപ്പർ സൈഡിലെ ഫോക്കസുമായിട്ട് കൺവെർജ് ആയി പോകത്തില്ലേ, പോവും അല്ലേ. അടുത്ത എന്താണ്, ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ ഒപ്റ്റിക് സെന്റർ ഇതാക്കി വരത്തില്ലേ, ഒപ്റ്റിക് സെന്ററിലൂടെ പോകത്തില്ലേ. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന റേസിംഗ് സംഭവിക്കും, റിഫ്രാക്ട് സംഭവിക്കാതെ ഡയറക്റ്റ് അതുവഴി കടന്നു പോകും അല്ലേ. അപ്പൊ നോക്കി, എനിക്ക് ഇമേജ് ക്രിയേറ്റ് ആയോ. ഇവിടെ ഈ ഒപ്റ്റിക് ആക്സിസ് തൊട്ട് ഞാൻ ഈ ഇമേജ് ഈ രണ്ടില്ല എന്താണ് ലൈറ്റ് റേസ് കൺവെർജ് ആവുന്ന വരെ നമ്മൾ വരയ്ക്കുമ്പോഴാണ് ഇമേജ് ഇടുന്നത്. നോക്കി, ഇമേജ് എവിടെ ഫോം ചെയ്ത്, എവിടെ നോക്കി, ഇമേജ് ഫോംഡ് അറ്റ് എവിടെയാണ്, ഇമേജ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F അല്ലേ. ഇമേജ് എവിടെ ഫോം ആയത്, എഫിന്റെ 2Fന്റെ ഇടയ്ക്കാണ് ഇമേജ് ഫോം ആയത്. ഇവിടെ നോക്കി, അടുത്ത പ്രോപ്പർട്ടി എന്തുവാ, ഇമേജിന്റെ ഈ ഒബ്ജക്റ്റിന്റെ കാലം ഇമേജിന് കുറച്ച് സൈസ് കുറവായിരിക്കും, ഒബ്ജക്റ്റിന്റെ കാലം ഇമേജിന് കുറച്ച് സൈസ് കുറവായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, ഇമേജ് എന്താണ്, ഡിമിനിഷ്ഡ് ഓർ സ്മാൾ എന്ന് പറഞ്ഞൂടെ എനിക്ക്. ഇമേജ് എന്താണ്, സ്മാൾ ഓർ ഡിമിനിഷ്ഡ് ആണല്ലേ, ഡിമിനിഷ്ഡ് ആണ്. അടുത്ത ആലോചിച്ച് നോക്കി, ഇത് ഈ ഇമേജ് എന്തായിരുന്നു, അപ്രൈറ്റ് ആയിരുന്നു അല്ലെ, ഒബ്ജക്റ്റ് എന്തായിരുന്നു, അപ്രൈറ്റ് ആയിരുന്നു. ഇമേജ് നോക്കി, ഇൻവേർട്ടഡ് അല്ലേ. നമ്മൾ വച്ച ഒബ്ജക്റ്റ് എന്താണ്, അപ്രൈറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇമേജ് എന്താണ്, ഇൻവേർട്ടഡ് ഇമേജ് കിട്ടിയില്ലേ. അപ്പൊ എന്താണ് ഇമേജ്, എന്താണ് ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞുകൂടെ എനിക്ക്. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു, ഒരു ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ബേസിക്കലി ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ആയിരിക്കും, ഒരു മാറ്റം. ഇൻവേർട്ടഡ് ആണെങ്കിൽ എന്തായാലും റിയൽ ആയിരിക്കും. അപ്പൊ കിട്ടുന്ന ഇമേജ് എന്താണ്, റിയൽ ഇമേജ്. അതിന്റെ അർത്ഥം എന്താണ്, കിട്ടുന്ന ഇമേജ് എന്താണ്, എനിക്കൊരു സ്ക്രീനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ എന്താണ്, ഒബ്ജക്ട് ബിയോണ്ട് 2F, 2Fന്റെ ബാക്കിൽ ഒബ്ജക്ട് വെച്ച് എവിടെ ഇമേജ് ക്രിയേറ്റ് ആവും, എഫിന്റെയും 2Fന്റെ അല്ലെങ്കിൽ എഫിന്റെയും സിയുടെ ഇടയ്ക്ക് എന്ത് ക്രിയേറ്റ് ആവും, ഇമേജ് ക്രിയേറ്റ് ആവും. ഇമേജിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെയാണ്, അത് സ്മാൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയി, പിന്നെ എന്താണ് ഇൻവേർട്ടഡ് ആയിരിക്കും, കൂടെ റിയലും ആയിരിക്കും കേട്ടോ. നോക്കി, ബിയോണ്ട് 2F ഞാൻ ഒബ്ജക്ട് വെച്ചു. അപ്പൊ എവിടെ ഇമേജ് ക്രിയേറ്റ് ആയി, എഫിന്റെ 2Fന്റെ ഇടയ്ക്കാണ് ഇമേജ് ക്രിയേറ്റ് ആയത്. നോക്കി, സ്മാൾ അല്ലായിരുന്നു, ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് സ്മാൾ അല്ലേ കിട്ടിയത്. അതിനൊക്കെ നോക്കി, ഇൻവേർട്ടഡ് അല്ലേ കിട്ടിയത്. ഇൻവേർട്ടഡ് ആണ് ബേസിക്കലി എന്താണ്, റിയൽ ആണല്ലേ. അപ്പം ഫസ്റ്റ് കേസ് കഴിഞ്ഞു കോൺവെക്സ് ലെൻസിന്റെ. സെക്കൻഡ് കേസ് നോക്കിയേ, എന്നോട് വീണ്ടും കോൺവെക്സ് ലെൻസ് എടുത്ത് ഞാൻ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ഒപ്റ്റിക് സെന്റർ വരച്ചു, എഫ് വരച്ചു, 2F വരച്ചു, ഇവിടെ എഫ് വരച്ചു, 2F വരച്ചു. ഞാൻ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ്, കൃത്യം 2Fൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കി, ഒരു ലൈറ്റർ എന്ത് ചെയ്യുവാണ്, പാരലായിട്ട് വരുവാണ്. ഒരു ലൈറ്റർ ഇങ്ങനെ പാരലായിട്ട് വരുവാണ്. പാരലായിട്ട് വന്ന ലൈറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസുമായി കൺവെർജ് ആയി പോകുന്നില്ലേ. കോൺവെക്സ് ലെൻസ് കൺവെർജിങ് ലെൻസ് ആണല്ലേ. അപ്പൊ എന്താണ് പ്രിൻസിപ്പൾ, എന്താണ് ഒപ്റ്റിക് ആക്സിസുമായിട്ട് പാരലായിട്ട് വരുന്ന റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് റിഫ്രാക്ട് സംഭവിച്ച് കൃത്യം ഫോക്കസ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് റേസ് കഴിഞ്ഞു. ഈ സെക്കൻഡ് റേ നോക്കി, ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലേ. ഒപ്റ്റിക് സെന്ററിൽ പാസ് ചെയ്ത ലൈറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല, അത് അതേ കണക്കിന് പാസ് ചെയ്യും അല്ലേ, റിഫ്രാക്ട് സംഭവിക്കുന്നേ ഇല്ല. അപ്പൊ നോക്കി, അപ്പം ഒബ്ജക്റ്റിനെ എവിടെ വെച്ചത്, ഒബ്ജക്റ്റ് അറ്റ് 2F അല്ലേ. ഒബ്ജക്റ്റിനെ എവിടെ വെച്ചത്, 2Fൽ പ്ലേസ് ചെയ്ത്. അപ്പൊ എനിക്ക് ഇമേജ് എവിടെ കിട്ടി, ഇമേജും കൃത്യം 2Fൽ തന്നെ കിട്ടിയോ. ഒബ്ജക്റ്റ് 2Fൽ പ്ലേസ് ചെയ്ത് ഇമേജ് എനിക്ക് എവിടെ തന്നെ കിട്ടി, 2Fൽ തന്നെ കിട്ടിയാലേ. ഇനി ഇമേജിന്റെ ക്യാരക്ടർ നോക്കിയതെന്നൊക്കെയാണ്, ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആയിരിക്കും, ഒബ്വിയസ്ലി ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആണ് അല്ലെങ്കിൽ ഇറക്റ്റ് ആണ്. ഇനി ഇമേജ് നോക്കിയേ, കൃത്യം ഇൻവെർട്ടഡ് ആയിട്ട് വന്നോ, ഇമേജ് ഇൻവെർട്ടഡ് വന്നോ. അതിനൊക്കെ നോക്കി, ഒബ്ജക്റ്റ് എത്ര സൈസ് ഉണ്ടോ അതേ സെയിം സൈസിൽ ഇമേജിന് വന്നത്. അപ്പൊ ഇമേജ് എന്താണ്, സെയിം സൈസിലല്ലേ, സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് പറഞ്ഞൂടെ എനിക്ക്, ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ പറഞ്ഞേ. ഞാൻ കൃത്യം 2Fൽ വെച്ചാൽ കിട്ടുന്ന ഇമേജ് എന്താണ്, കൃത്യം 2Fൽ വെച്ച ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണോ അതേ സൈസ് തന്നെയാണ് ഇമേജ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, സ്മാള് മാഗ്നിഫൈഡ് ഒന്നും ആവുന്നില്ല, സെയിം സൈസ് ആണല്ലേ. പിന്നെ അടുത്ത എന്താണ്, ഒബ്ജക്റ്റ് വെച്ച് എങ്ങനെയാണ്, അപ്രൈറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരുന്നു. വച്ച് കിട്ടിയ പൊസിഷൻ നമുക്ക് ഇമേജ് കിട്ടി എങ്ങനെയാണ്, ഇൻവെർട്ടഡ് അല്ലേ കിട്ടിയത്, ഇങ്ങനെ അല്ലേ ഇമേജ് കിട്ടിയത്. ഇൻവെർട്ടഡ് അല്ലേ ഇമേജ്, എനിക്ക് എന്താ എഴുതാം, ഇൻവെർട്ടഡ് ആണെന്ന് പറഞ്ഞൂടെ. ഇൻവെർട്ടഡ് ആണെങ്കിൽ ഓബിയസ്ലി എന്തായിരിക്കും, ഇൻവെർട്ടഡ് ആണെങ്കിൽ ബേസിക്കലി എന്താണ്, ഇൻവെർട്ടഡ് ആണെങ്കിൽ എന്തായാലും റിയൽ ആയിരിക്കും കേട്ടോ. ഇൻവെർട്ടഡ് ആണെങ്കിൽ എന്തായാലും റിയൽ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്താ കിട്ടി, ഒബ്ജക്റ്റ് 2F പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇമേജ് എവിടെ ക്രിയേറ്റ് ആവും, 2F തന്നെ പ്ലേസ് ആവും. 2F ഓൺ അതർ സൈഡ് അല്ലേ, അപ്പർ സൈഡിൽ 2F ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്ലേസിൽ 2F, ഇവിടുത്തെ 2Fൽ ഞാൻ ഒബ്ജക്റ്റ് വെക്കുവാണെങ്കിൽ
അപ്പുറത്തെ സൈഡിൽ 2f എനിക്ക് ഇമേജ് ക്രിയേറ്റ് ആവും. ഈ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തോന്നൊക്കെയാണ്? ഇമേജ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം സൈസ് തന്നെയാണ്, ഡിഫറൻസ് സൈസിൽ എസിൽ ഇല്ല. പിന്നെന്താണ്? ഇൻവേർട്ടഡ് ആയിരിക്കും. ഒബ്ജക്റ്റ് എന്താണ്? ഇവിടെ അപ്രൈറ്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ്. ഇമേജ് എന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെങ്കിൽ റിയൽ ആണ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഓക്കെ, 2f വെച്ച് ഇമേജ് അവിടെ ക്രിയേറ്റ് ആയി, 2f തന്നെ ക്രിയേറ്റ് ആയി അല്ലേ? പിന്നെന്താണ്? സെയിം സൈസ് ആയിരിക്കും. നോക്കിയേ, സെയിം സൈസ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. നമ്മൾ എന്താ വെച്ച് ബിയോണ്ട് 2f വെച്ച് 2f വെച്ച് ഇനി അടുത്ത എവിടെ ആയിരിക്കും? f and 2f ഇടയ്ക്ക് ആയിരിക്കത്തില്ല. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f and 2f അല്ലേ? കോൺവെക്സ് ലെൻസ് ക്രിയേറ്റ് ആക്കി, ഒപ്റ്റിക് സെന്റർ കൊടുത്തു, എഫ് കൊടുത്തു, 2f കൊടുത്തു, ഇപ്പുറത്തെ സൈഡിൽ f കൊടുത്തു, 2f കൊടുത്തു. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? എഫിന്റെ 2f ഇടയ്ക്കാണ് എന്ത് ക്രിയേറ്റ് ആവുന്നത്? ഒബ്ജക്ട് വെക്കുന്നത്. എഫിന്റെ 2f ഇടയ്ക്കാണ് ഒബ്ജക്ട് വെക്കുന്നത്. അപ്പൊ നോക്കിയേ, ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വന്നില്ലേ? പാരലൽ ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസ് എന്തോ കൺവെർജ് ചെയ്യും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇതുവഴി ഫോക്കസ് വഴി കൺവെർജ് ചെയ്ത് മാറ്റും അല്ലേ? ഓക്കെ, മാറ്റത്തില്ലേ? മാറ്റും. അടുത്ത് എന്ത് ചെയ്യുവാണ്? അടുത്ത ലൈറ്റ് എന്ത് ചെയ്യുവാണ്? ഒപ്റ്റിക് സെന്റർ സ്ഥാനമാക്കി വരുവാണ് അല്ലെ? അപ്പൊ നോക്കി, അത് എന്ത് ചെയ്യുന്നുണ്ട്? അതും അവിടെ റിഫറൻസ് സംഭവിക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നോക്കി, ഇമേജ് എന്താണ്? ഇൻവേർട്ട് ഇമേജ് ആണ് കിട്ടുന്നത്. ഓബിയസ്ലി കോൺവെക്സ് ആകുമ്പോൾ മിക്ക കേസ് ഇൻവേർട്ട് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഈ ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് കുറച്ച് മാഗ്നിഫൈഡ് അല്ലേ? ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന് കുറച്ച് സൈസ് കൂടുതലല്ല. അപ്പൊ എന്ത് എഴുതാം? ഇമേജ് എന്ത് ഇമേജ് ആണ്? കിട്ടിയ ഇമേജ് മാഗ്നിഫൈഡ് ഇമേജ് അല്ലേ? കിട്ടിയ ഇമേജ് എന്ത് ഇമേജ് ആണ്? മാഗ്നിഫൈഡ് ഇമേജ് ആണ് അല്ലേ? അത് നോക്കി, എന്താണ്? ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആയിരുന്നു, ഇമേജ് എന്താണ്? ഇൻവേർട്ട് ആയി അല്ലേ? ഇമേജ് എന്ത് ഇമേജ് ആണിത്? ഇൻവേർട്ടഡ് ആയ ഇമേജ് ആണല്ലേ? എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണല്ലേ? ഇനി എവിടെ ഇമേജ് ഫോം ആയത്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഒബ്ജക്റ്റ് ഇമേജ് എവിടെ ഫോം ചെയ്തത്? ബിയോണ്ട് 2f അതർ സൈഡിലെ അപ്പുറത്തെ സൈഡിൽ 2f ബാക്കിലാണ് ഇമേജ് ഫോം ചെയ്തത് അല്ലേ? എന്താണ്? ഇമേജ് ബിയോണ്ട് 2f ഓഫ് അതർ സൈഡ് എന്ന് പറഞ്ഞൂടെ എനിക്ക്? പറയാവോ? അടുത്തിന് എന്താണ്? ഇമേജ് ഇൻവേർട്ട് ആണെങ്കിൽ ബേസിക്കലി എന്തായിരിക്കും? ഇമേജ് റിയൽ ആയിരിക്കും കേട്ടോ. ഇമേജ് ഇൻവേർട്ട് ആണെങ്കിൽ റിയൽ ആയിരിക്കും. പറഞ്ഞാണ് പറയുന്നതാണ്, ഇമേജ് ഇൻവേർട്ട് ആണെങ്കിൽ റിയൽ ആണ്. അടുത്ത വിർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. അതെന്തായാലും മാറ്റമില്ലാത്ത കേസാണ് അതിനുണ്ട്. അപ്പം എഫ് ആൻഡ് 2f മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എഫ് ആൻഡ് 2f അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബിയോണ്ട് 2f അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലെ 2f ബാക്കിലായിരിക്കും ഇമേജ് ക്രിയേറ്റ് ആവുന്നത്. എല്ലായിടത്തും അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും അല്ലെ? ഇമേജ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യാൻ ബേസിക്കലി വലിയ സാധനമല്ലേ? പിന്നെ നോക്കിയേ, റിയൽ ആൻഡ് ഇൻവേർട്ട് എന്താണ്? റിയൽ ആയിരിക്കും, ഇൻവേർട്ട് ആയിരിക്കും. എന്താണ്? ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആകുമ്പോൾ ഇമേജ് ഇൻവേർട്ട് കിട്ടുന്നു. അപ്പൊ എന്താണ്? ബേസിക്കലി അത് റിയൽ തന്നെയാണ്. എന്ത് പഠിച്ച നമ്മള്? ബിയോണ്ട് 2f പഠിച്ച് 2f പഠിച്ച് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f പഠിച്ച് അതിന് അടുത്തിന് എത്രയായിരിക്കും? ബേസിക്കലി എഫിലായിരിക്കത്തില്ലേ? എഫിലായിരിക്കും അല്ലേ? കോൺവെക്സ് ലെൻസ് എടുക്കുന്നു, ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുന്നു, എന്താണ്? O മാർക്ക് ചെയ്യുന്നു, ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നു, F മാർക്ക് ചെയ്യുന്നു, 2f എന്ത് ചെയ്യുവാണ്? ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വരുവാണ്. ലൈറ്റ് റേസ് പാരലൽ സംഭവിക്കും. ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വന്ന ഫോക്കസിൽ പോവല്ലേ? സോറി, ഓക്കെ, എവിടെയാണ്? ഒബ്ജക്റ്റ് അറ്റ് 2f ആണ്, ഒബ്ജക്റ്റ് അറ്റ് f ആണ് അല്ലെ? ഫോക്കസിനെ ഒബ്ജക്റ്റ് വെക്കുവാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇത് അതിന്റെ സെന്റർ ഓഫ് ഒപ്റ്റിക് സെന്റർ ആണ്. ഇത് അതിന്റെ എഫ് ആണ്, 2f ആണ്. അപ്പുറ സൈഡിൽ 2f ഉണ്ട്. ഫോക്കസിൽ ഞാൻ കൊണ്ട് ഒബ്ജക്റ്റ് വെക്കുവാണ്. ഫോക്കസിൽ ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചു. അപ്പൊ സംഭവിച്ചു? ഫോക്കസിലൂടെ ഇങ്ങനെ ലൈറ്റ് റേസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ സംഭവിക്കുന്നുണ്ട്? അപ്പുറ സൈഡിൽ ഫോക്കസിലൂടെ പോകുന്നില്ലേ? പോകുന്നുണ്ടോ? പോകുന്നുണ്ട് അല്ലേ? അടുത്ത് നോക്കിയേ, ഇവിടുന്ന് ഒപ്റ്റിക് സെന്ററിലോട്ടും ലൈറ്റ് റേസ് വരുന്നില്ലേ? എന്ത് ചെയ്യുവാണ്? അങ്ങോട്ട് പോവല്ലേ? ഇവിടെ നിന്ന് നോക്കി, ഇവിടെ ഡിസ്റ്റൻസ് കുറഞ്ഞു പോവല്ലേ? ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല. അവിടുത്തെ ഡിസ്റ്റൻസ് കുറവാണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല. അപ്പൊ ഡിസ്റ്റൻസിന് കുറഞ്ഞു പോവല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാം?
ഈ രണ്ട് ലൈറ്റ് റേസും ഈ ലൈറ്റ് റേയും എവിടെയോ കൂട്ടിമുട്ടില്ല. പക്ഷെ എന്താണ്, നമുക്ക് കാണുന്നതിന്റെക്കാളും ബിയോണ്ട് ആയിരിക്കും, വളരെ അകലെ ആയിരിക്കും ഇവ രണ്ടും കൂട്ടിമുട്ടുന്നത്. അപ്പൊ എന്ത് പറയാം, ഇമേജ് എവിടെ ഉണ്ടാകുമെന്ന് പറയാം, എനിക്ക് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ എന്താണ് എഫിൽ കൊണ്ട് ഒബ്ജക്റ്റ് എവിടെ എനിക്ക് ഇമേജ് കിട്ടും, ഇമേജ് ഇൻഫിനിറ്റിയിലേക്ക് കിട്ടാൻ പോകുന്നല്ലേ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ തന്നെ ഇമേജ് ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യാൻ ഭയങ്കര മാഗ്നിഫൈഡ് ആണല്ലേ. അപ്പൊ എന്താണ്, അങ്ങോട്ട് വെക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ എന്തായിരിക്കും, ഇത് ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും അല്ലേ. ഇമേജ് എന്തായിരിക്കും, ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, ഇൻവെർട്ടർ അല്ലേ ബേസിക്കലി. നോക്കി നമ്മൾ എങ്ങനെ വരച്ചാലും ഇൻവെർട്ടർ അല്ലേ കിട്ടും നമുക്ക്. ഇവിടെ തന്നെ നോക്കി, ഇവിടെ തന്നെ ഇൻവെർട്ടർ ആയി. അപ്പൊ അങ്ങോട്ട് എന്തായിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇമേജ് എന്ത് ഇമേജ് ആയിരിക്കും, ഇൻവെർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവെർട്ടഡ് ഇമേജ് എന്തായിരിക്കും, ബേസിക്കലി ഇൻവെർട്ടഡ് ആണെങ്കിൽ റിയൽ തന്നെ ആയിരിക്കും. ഇൻവെർട്ടഡ് ആണെങ്കിൽ എന്തായാലും റിയൽ ആയിരിക്കും. അപ്പം ഒബ്ജക്റ്റ് എഫ് മനസ്സിലായ, ഫോക്കസില് ഒബ്ജക്റ്റ് വെച്ച ഇമേജ് അവിടെ ക്രിയേറ്റ് ആവും, ഇൻഫിനിറ്റിയിൽ ഇമേജ് ക്രിയേറ്റ് ആവും. എന്തായിരിക്കും, ഇമേജ് ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും. ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 മടങ്ങ് വലുതായിരിക്കും. പിന്നെ എന്താണ്, ഇൻവെർട്ടർ ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇൻവെർട്ടർ ആണെങ്കിൽ ബേസിക്കലി എന്താണ്, റിയൽ ആണ്. ഒബ്ജക്റ്റ് എഫ് എവിടേക്കാണ്, അറ്റ് ഇൻഫിനിറ്റി അല്ലേ. ലൈറ്റ് റേസ് ഇൻഫിനിറ്റിലായിരിക്കും, ഇവ രണ്ടോടെ കൂട്ടിമുട്ടും. ഈ ലൈറ്റിനോട് ഇൻഫിനിറ്റിയിലെ കൂട്ടിമുട്ടും. അപ്പൊ നോക്കി വലിയ ഇമേജ് കിട്ടിയ എനിക്ക്. അപ്പൊ എന്താ പറയാം, ഹൈലി എൻലാർജ് അല്ലേ. ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി എൻലാർജ് ഓർ ഹൈലി മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താണ്, റിയൽ ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ബേസിക്കലി റിയൽ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ കോൺവെക്സ് ലെൻസ് ഇത്രയും പഠിച്ച എന്താണ്, റിയൽ ആയിരിക്കും ഇൻവെർട്ടർ ആയിരിക്കും അല്ലെ. റിയൽ ആയിരിക്കും ഇൻവെർട്ടർ ആയിരിക്കും. പക്ഷെ ഒരു കേസിൽ റിയലും ഇൻവെർട്ടറും വരത്തില്ല. ഒരു കേസിൽ റിയലും ഇൻവെർട്ടറും വരത്തില്ല. ഇത്രയും നമ്മൾ പഠിച്ച 4 കേസിൽ എന്താണ്, റിയൽ ആണ് ഇൻവെർട്ടർ. പക്ഷെ അടുത്ത കേസിൽ എന്താണ്, റിയൽ ഇൻവെർട്ടർ വരത്തില്ല. അടുത്ത ആ കേസ് ഏതാ നമ്മൾ നോക്കാവേ. ആ കേസ് ഏതാണ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. നമ്മൾ ഇത്ര നേരം എഫിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ അവിടെ കിട്ടി, ഇൻഫിനിറ്റി കിട്ടി. എഫിന്റെ ഓരോ ഇടയ്ക്ക് നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. ഇവിടെ ഞാൻ ലെൻസ് എടുത്തു, ഇവിടെ ഞാൻ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒപ്റ്റിക് സെന്റർ എടുത്തു, ഒ എടുത്തു, ഇവിടെ എന്താണ് എഫ് എടുത്തു, ഇവിടെ 2f എടുത്തു, ഇവിടെ എന്താണ് എഫ് എടുത്തു, ഇവിടെ 2f എടുത്തു. ഇവിടെ എന്ത് ചെയ്യുവാണ്, എഫിന്റെ ഓയുടെ ഇടയ്ക്ക് ഞാൻ ഒബ്ജക്റ്റ് വയ്ക്കുവാണ്. അപ്പൊ എന്താണ്, ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വന്നു, ഫോക്കസിൽ കൺവെർജ് ആയി പോയല്ലേ. അടുത്ത് നോക്കിയേ, അടുത്ത ലൈറ്റ് എന്ത് ചെയ്യുവാണ്, ഒപ്റ്റിക് സെന്റർ വശമാക്കി വരുവാണല്ലേ. അത് എന്ത് ചെയ്യുവാണ്, പോവല്ലേ, അതൊരു പോവല്ലേ എന്ന്. നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ ഡിസ്റ്റൻസ് കൂടി പോവല്ലേ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഇത് ഇൻഫിനിറ്റി കൂട്ടിവിടുന്ന പറയാൻ പറ്റുമോ എനിക്ക്, ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഞാൻ വരച്ച് ഇതിന്റെ ബാക്കിലോട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ബാക്കിലോട്ട് ഞാൻ ലൈറ്റ് റേസിന്റെ ബാക്കിലോട്ട് ഞാൻ റീട്രാക്ട് വരയ്ക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയോ, ഇവിടെ 2 ലൈറ്റ് റേസിന്റെ ബാക്ക് ഭാഗത്തിലോട്ട് വരയ്ക്കാത്ത കുട്ടിമുട്ടിയായിരുന്നോ. അപ്പം ഇവിടെയാണ് ഇതിന്റെ ഇമേജ് ക്രിയേറ്റ് ആകുന്നത്. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞത് എന്തൊക്കെയാണെന്ന്, ഓൺ ദ ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാം ഓൺ ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചത് അതേ സെയിം സൈഡിലായിരിക്കും ഇമേജ് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത് എന്താണ്, മാഗ്നിഫൈഡ് ആയിരിക്കത്തില്ലേ, മാഗ്നിഫൈഡ് ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത് എന്താണ്, നിങ്ങൾ നോക്കി, ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചേക്കുവാണ്, ഇമേജും അങ്ങനെ തന്നെ കിട്ടിയില്ല. അപ്രൈറ്റ് തന്നെ ഇമേജ് കിട്ടിയില്ലേ, ഇറക്റ്റ് തന്നെ ഇമേജ് കിട്ടിയില്ലേ. ഇമേജ് ഇതെന്ന് പറയാൻ എനിക്ക് ഇമേജ് ഇറക്റ്റ് ആണ്. ഇറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഞാൻ എന്താ പറഞ്ഞത്, റിയൽ ആണെങ്കിൽ വിർച്വൽ ആയിരിക്കും. അതേസമയം ഇറക്റ്റ് ആണെങ്കിലോ, റിയൽ ആണെങ്കിൽ ഇൻവെർട്ടഡ് ആയിരിക്കും. അപ്പം ഇറക്റ്റ് ആണെങ്കിലോ വിർച്വൽ ആയിരിക്കും കേട്ടോ. ഇറക്റ്റ് ആണെങ്കിൽ വിർച്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കേസ് എന്തായിരുന്നു, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ റിയലും ഇൻവെർട്ടഡ് ആയിരിക്കും. പക്ഷെ ഒരു കേസ് വെച്ചാൽ എവിടെയാണ്, ഒബ്ജക്റ്റ് മറ്റ് എഫ് ആൻഡ് ഒ ആണെങ്കിൽ ഇമേജ് എവിടെ ക്രിയേറ്റ് ആവും, ഒബ്ജക്റ്റ് എഫ് ആൻഡ് ഒ ആണെങ്കിൽ കിട്ടുന്ന ഇമേജ് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും, വിർച്വലും ഇറക്റ്റും ആയിരിക്കും. ഈ ഒരു കേസ് മാത്രമേ എൻ്റെ അടുത്ത് വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, എഫിന്റെയും ഒയുടെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, ലൈറ്റ് റേസ് പോയി, ഇവിടെ ഡിസ്റ്റൻസ് കൂടി പോകണം. അപ്പൊ ഇൻഫിനിറ്റി കൂട്ടുമുട്ടത്തിൽ എന്ന് പറയാൻ വേണ്ടി പറ്റും എനിക്ക്. അപ്പൊ ഞാൻ ബാക്ക്വേർഡ് സ്റ്റെപ്പ് റീട്രാക്ട് വരയ്ക്കുവാണ്. എന്താണ്, ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആയി. ഇമേജ് എന്താണ്, എൻലാർജ് ആണ്, മാഗ്നിഫൈഡ് ആണ് അല്ലേ. ഇതിനടുത്ത് എന്താണ്, വിർച്വലി ഇറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, ഇറക്റ്റ് ആണ് ഇതിന് വിർച്വൽ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോൺകേവ് ലെൻസ് വിട്ട് നോക്കാം. കോൺവെക്സ് ലെൻസിന് കുറച്ച് റൂൾസ് പറഞ്ഞില്ലായിരുന്നു. കോൺകേവ് ലെൻസിന്റെ കുറച്ച് റൂൾസ് നോക്കാവേ.
ഇതൊരു കോൺകേവ് ലെൻസ് ആണ് കൺസിഡർ ചെയ്യുക. ഇതൊരു കോൺകേവ് ലെൻസ് ആണ് കൺസിഡർ ചെയ്യുക. ഇതെന്താണ്? ഒരു അതിന്റെ ഒപ്റ്റിക് ആക്സിസ്, അതിന്റെ ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇതിന്റെ ഒപ്റ്റിക് സെന്റർ ആണ്. ഇതിന്റെ എഫ് ആണ്. ഇത് അതിന്റെ 2F ആണ്. ഇവിടെ അതിന്റെ എഫ് ആണ്. അതിന്റെ 2F ആണ്. ഞാൻ എന്ത് ചെയ്യുവാണ്? പാരലായിട്ട് ഈ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് സംഭവിക്കും. ഇവിടെ സംഭവിക്കും ഡൈവർജ് ആയി പോകും അല്ലേ? ഇവിടെ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിച്ച് ഡൈവർജ് ആയി പോകും. ഈ ഡൈവർജ് ആയി പോയി സ്റ്റെപ്പ് ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ വരച്ചാൽ എന്ത് കിട്ടുന്നില്ലേ? ഇവിടുത്തെ ഫോക്കസുമായി കൺവെർജ് ആവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾ ലൈറ്റ് പാരലായിട്ട് വന്നു, ഡൈവർജ് ആയി പോയല്ലേ? സ്റ്റെപ്പ് ബാക്കിലോട്ട് എന്ത് കിട്ടുന്നുണ്ട്? ഇങ്ങനെ ബാക്കിലേക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനിക്ക് ഇവിടെ ഫോക്കസ് കൂട്ടിമുട്ടുന്നില്ലേ? അടുത്ത് നോക്കിയേ, കോൺകേവ് ലെൻസ് ആണ്. അറിയാലോ, ബാക്കി അറിയാലോ. എന്ത് വേണം? ഇവിടെ ഞാൻ ഒപ്റ്റിക് സെന്ററിൽ ഞാൻ ലക്ഷ്യമാക്കി ലൈറ്റ് വരുവാണ്. എന്ത് ചെയ്യുവാണ്? അതേ കണക്കിന് പോകും കിട്ടും. അവിടെ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അവിടെ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. അടുത്തിന് എന്താണ്? നേരത്തെ പറഞ്ഞ ഇങ്ങനെ ലൈറ്റ് റേസ് പാസ് ചെയ്യണം. ഇങ്ങനെ ഞാൻ ലൈറ്റ് റേസ് പാസ് ചെയ്തപ്പോൾ സംഭവിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഫോക്കസിലോട്ട് ഇങ്ങനെ, ഇവിടെ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ഫോക്കസിലെ ലൈറ്റ് റേസ്, കോൺവെക്സ് ലെൻസിന്റെ കേസ് എന്തായിരുന്നു? ഫോക്കസിലുള്ള ലൈറ്റ് റേസ് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ പാരലായി പോകുന്നുണ്ടല്ലേ? അപ്പൊ ഇത് കണക്കിന് അവിടുത്തെ കണക്കിന് ഇവിടെ എന്താണ്? ഇവിടെ കോൺകേവ് ലെൻസ് എന്താണ്? ഫോക്കസുമായി ഡൈവർജ് ആയി ലൈറ്റ് റേസ് ഇവിടെ എവിടെ സംഭവിക്കും? പ്രിൻസിപ്പൽ ആക്സിസുമായി പാരലായിട്ട് പോകുന്നുണ്ട്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഈ 3 കേസ് നിങ്ങൾ കോൺകേവ് ലെൻസിൽ റൂൾസ് ആയിട്ടുള്ളൂ. കോൺകേവ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ വളരെ ചുരുക്കമാക്കും, വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഒരൊറ്റ കേസ് പഠിച്ചാൽ മതി നിങ്ങൾ. എന്താണ്? കോൺകേവ് ലെൻസ് അല്ലേ? ഓയാണ്, എഫ് ആണ്, 2F ആണ്. ഞാൻ 2F-ന്റെ എഫിന്റെ ഇടയ്ക്ക് ഒരു ഇമേജ് ഒബ്ജക്റ്റ് വെച്ച് വിചാരിക്കുക. എന്ത് സംഭവിക്കുന്നു? ഇവിടെ ലൈറ്റ് പാരലായിട്ട് വന്നു, ഡൈവർജ് ആയി പോയല്ലേ? ഇവിടെ ഇവിടെ സംഭവിച്ചു? ഒപ്റ്റിക് ആക്സിസ് ലക്ഷ്യമാക്കി ലൈറ്റ് റേസ് വന്നു, അതുവാണെങ്കിൽ പോയല്ലേ? അവിടെ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്? ഈ പോയിന്റ് കൂട്ടിമുട്ടുന്നില്ലേ? അവിടെ എനിക്കൊരു ഇമേജ് വരച്ചൂടെ? ഇവിടെ എനിക്കൊരു ഇമേജ് വരയ്ക്കാവോ? ഈ ഇമേജിന്റെ പ്രത്യേകത തോന്നിക്കാൻ പറഞ്ഞേ. ഈ ഇമേജ് എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും. എന്താണ്? സ്മാൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും. സ്മാൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും. അടുത്തെന്താണ്? അടുത്ത ഇറക്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. നോക്കി, ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആയിരുന്നു, ഇമേജ് അപ്രൈറ്റ് അല്ലേ? അപ്രൈറ്റ് തന്നെ അല്ലേ? ഒബ്ജക്റ്റ് എങ്ങനെയാണ് വരുന്നത് അതേ ഓറിയന്റേഷനിൽ ഇമേജ് ഇരിക്കുന്നത്, വ്യത്യാസമൊന്നുമല്ലോ അല്ലേ? അപ്പൊ എന്താണ്? ഇറക്റ്റ് ആണ്. ഇറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ 2F-ലായാലും ഇവിടെ 2F-ന്റെ ബാക്കിലായാലും എഫിന്റെ 2F-ന്റെ ഇടയ്ക്കായാലും ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇമേജ് എവിടെ തന്നെ കിട്ടും എനിക്ക്? എഫിന്റെയും ആൻഡ് ഓയുടെയും ബെറ്റ്വീൻ തന്നെ ഇമേജ് കിട്ടും. എഫിന്റെയും ഓയുടെയും ബെറ്റ്വീൻ ആയിരിക്കും ഇമേജ് എപ്പോഴും കിട്ടാൻ പോകുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പല കേസിലും പലയിടത്ത് ഇമേജ് ഫോം ആയെങ്കിൽ കോൺകേവ് ലെൻസ് എന്താണ്? എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് എവിടെ ഫോം ആകത്തുള്ളൂ? എഫ് ആൻഡ് ഓയിൽ മാത്രമേ ഇമേജ് ഫോം ആകത്തുള്ളൂ. എഫിന്റെ ഓയുടെ ഇടയ്ക്ക് മാത്രമേ ഇമേജ് ക്രിയേറ്റ് ആകത്തുള്ളൂ. ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അത് സ്മാൾ ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. പിന്നെ എന്താണ്? ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. ഈ കാര്യമാണ് ഈ കോൺകേവ് ലെൻസ് ഫുൾ ആയിട്ട് ഇത് ഒബേ ചെയ്യുന്ന ഒരു ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പലയിടത്തും പല റൂൾസ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒറ്റ റൂൾ പഠിച്ചാൽ എന്താണ്? എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് എവിടെ ക്രിയേറ്റ് ആവും? എഫിന്റെ ഓയുടെ ഇടയ്ക്ക് ഇമേജ് ക്രിയേറ്റ് ആവും. ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്മാൾ ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. ഇത് മാത്രമേ കോൺകേവ് ലെൻസ് നിങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ആയി, എഫിന്റെയും ഓയുടെ ആയി ക്രിയേറ്റ് ആയില്ലേ? അടുത്ത് നോക്കിയേ, അടുത്ത എഫിന്റെ ഓയുടെ ഇമേജ് എവിടെ തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട്? എഫിന്റെ ഓയിൽ തന്നെ ക്രിയേറ്റ് ആവുന്നില്ലേ? ഓക്കെ, ഇവിടെ ഞാൻ എഫിന്റെ 2F-നെ വെക്കുമ്പോൾ എവിടെ ഇമേജ് ക്രിയേറ്റ് ആയി? എഫിന്റെ ഇവിടെ വെച്ച് എവിടെ ഇമേജ് ക്രിയേറ്റ് ആയി? ഇവിടെ തന്നെ ഇമേജ് ക്രിയേറ്റ് ആയി. നോക്കി, ഇവിടെ ഇമേജ് എവിടെ തന്നെ ക്രിയേറ്റ് ആയി. എഫിന്റെ ഓരോ ഇമേജ് ഒബ്ജക്റ്റ് വെച്ച് എവിടെ ഇമേജ് ക്രിയേറ്റ് ആവും? എഫിന്റെ ഓരോ ഇടയ്ക്ക് ഇമേജ് ക്രിയേറ്റ് ആയില്ലേ? അപ്പൊ എപ്പോഴും എവിടെയാണ്? എഫിന്റെ ഓരോ ഇടയ്ക്കായിരിക്കും ഇമേജ് ക്രിയേറ്റ് ആവുന്നത് കോൺകേവ് ലെൻസിന്റെ കേസിൽ കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ ലെൻസ് മേക്കർ ഇക്വേഷൻ, അതായത് ലെൻസ് ഇക്വേഷൻ ആണ്. എന്താണ്? ഇതിപ്പോ ഒരു ലെൻസ് ആണ് കൺസിഡർ ചെയ്തൊരു ലെൻസ് ആണ് കൺസിഡർ ചെയ്യുക. ഇത് ഓയും ഇത് ഇതിന്റെ ഫോക്കസും ഇത് ഇതിന്റെ 2F ആയിട്ട് കൺസിഡർ ചെയ്യുക.
ഞാൻ റൂൾ ഒബേ ചെയ്തല്ല പടം വരയ്ക്കാൻ, ചുമ്മാ പടം വരയ്ക്കണം, റഫായിട്ട് പടം വരയ്ക്കണം കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് എന്ന് വിചാരിക്കുക, കിട്ടുന്ന ഇമേജ് എനിക്ക് ഇവിടെയാണ് ഇമേജ് കിട്ടുന്ന വിചാരിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് അല്ല സോറി, ഇവിടെ ഇമേജ് കിട്ടുന്ന വിചാരിക്കുക. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, ഇവിടെ ഇമേജ് പ്ലേസ് ചെയ്തു, ഇവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു, ഇവിടെ ഇമേജ് ഫോം ആയി വിചാരിക്കുക. നോക്കി, ഈ ഒബ്ജക്റ്റ് തൊട്ട് ഈ ഒപ്റ്റിക് സെന്ററുള്ള ദൂരമുണ്ടല്ലോ, ഒബ്ജക്റ്റ് തൊട്ട് ഒപ്റ്റിക് സെന്ററുള്ള ദൂരം, അതിനെ വിളിക്കുന്ന പേരാണ് യു. ഒബ്ജക്റ്റ് തൊട്ട് ഒപ്റ്റിക് സെന്ററുള്ള ദൂരത്തിന് പറഞ്ഞ പേരാണ് യു. ഇത് നോക്കി, ഈ ഒപ്റ്റിക് സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരമല്ലേ, ഒപ്റ്റിക് സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് വി. അപ്പൊ യു മനസ്സിലാക്കാൻ എന്താണെന്ന്, യു എന്താണ്, ഒബ്ജക്റ്റ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരമാണ് യു. അതിനങ്ങനെ ഒബ്ജക്റ്റ് തൊട്ട് ഇമേജ് വരെയുള്ള ദൂരമാണ് വി. നോക്കി, ഫോക്കൽ ലെങ്ത് എന്താണ്, ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെ അല്ലെ, ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരമാണ് എഫ്, സ്മാൾ എഫ് അഥവാ ഫോക്കൽ ലെങ്ത്. അപ്പൊ ലെൻസ് മേക്കർ ഇക്വേഷൻ എന്താ പറയുന്നത്, 1/f is equal to 1/v minus 1/u ആയിരിക്കും. 1/f is equal to 1/v minus 1/u ആയിരിക്കും. 1/f എന്താണ്, f എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. v എന്താണ്, ഇമേജും ഒപ്റ്റിക് സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് v. u എന്താണ്, ഒബ്ജക്റ്റും ഒപ്റ്റിക് സെന്ററും തമ്മിലുള്ള ദൂരത്തിനെ പറഞ്ഞ പേരാണ് u. അപ്പം 1/f is equal to 1/v minus 1/u. ഇതാണ് ലെൻസ് മേക്കർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച കാര്യം, ഇതിന് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എക്സാം പ്രതീക്ഷ ചെയ്യാൻ കേട്ടോ. ഒരുപാട് പ്രോബ്ലംസ് കഴിഞ്ഞ ബോർഡ് എക്സാമിന് ഇതിന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഇതാണ് ഈ പാഠത്തില്. ഓക്കെ, ഇത് എനിക്ക് എന്ത് പറയാം, 1/f is equal to ഇവിടെ ക്രോസ് ചെയ്തൂടെ, u minus v by uv എന്നാവും. ഇവിടെ ക്രോസ്, ഇവിടെ ക്രോസ്, അപ്പൊ 1/f is equal to u minus v by uv അല്ലെ. ഇത് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തൂടെ, 1/f അല്ലേ ഇത് എന്ന് പറയുമ്പോൾ f എന്തായിരിക്കും, ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലെ. f is equal to ub by u minus v ആയിരിക്കും അല്ലെ. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുക, രണ്ടിൽ ഏത് ഇക്വേഷൻ പഠിക്കട്ടെ. കാരണം പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഈ പാഠത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറയാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, കൊടുക്കുന്ന കാര്യം തന്നെയാണ്. എഫ് എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. എഫ് എന്താണ്, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആണ്. വി എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ്. ലെൻസും ഇമേജ് തമ്മിലുള്ള ദൂരത്തിന് പറഞ്ഞ പേരാണ് വി. യു എന്താണ്, ഒബ്ജക്റ്റ് ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ പേരാണ്, ഒബ്ജക്റ്റും ലെൻസ് തമ്മിലുള്ള ദൂരത്തിന് പറഞ്ഞ പേരാണ് യു. നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ള കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നോക്കി, ഇതൊരു ലെൻസ് ആണ് കൺസിഡർ ചെയ്യുക, ഇതൊരു ലെൻസ് ആണ് കൺസിഡർ ചെയ്ത് ഞാൻ ഇവിടെ ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു വിചാരിക്കുക, എക്സ് ആക്സും വൈ ആക്സിസും വരച്ചു വിചാരിക്കുക. സാധാ ഒരു എക്സ് ആക്സും വൈ ആക്സും ആണെങ്കിൽ ഇതെന്താണ്, പോസിറ്റീവ് വൈ അല്ലേ, ഇത് പോസിറ്റീവ് വൈ ആക്സ് ആയിരിക്കും. ഇതെന്താണ്, പോസിറ്റീവ് എക്സ് ആക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും, നെഗറ്റീവ് എക്സ് ആക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും, നെഗറ്റീവ് വൈ ആക്സ് ആയിരിക്കും. കുഴപ്പമുണ്ടോ? അപ്പൊ എന്താണ് ഡിസ്റ്റൻസ്, നമ്മൾ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് നമ്മുടെ ഡിസ്റ്റൻസ്, എപ്പോഴും എന്തായിരിക്കും, ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇങ്ങനെയാണ് ദൂരം എടുക്കുന്നെങ്കിലോ, ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് എടുക്കുന്നെങ്കിലോ ഇതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഹൈറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് എടുക്കുന്നത്, എന്തായിരിക്കും, ഹൈറ്റ് ഇങ്ങനെ എടുക്കുന്നെങ്കിൽ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഹൈറ്റ് നമ്മൾ തിരിച്ചെടുക്കുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സംശയമുണ്ടോ? എന്താണ്, ഒബ്ജക്റ്റിന്റെ നമ്മൾ എന്താ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ഒബ്ജക്റ്റിന്റെ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ, ഒബ്ജക്റ്റിന്റെ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എപ്പോഴെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഇനി ലെൻസിന്റെ റൈറ്റ് സൈഡിലോട്ടാണ് എന്താണ് റൈറ്റ് സൈഡിലോട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എപ്പോഴെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഹൈറ്റ് എന്തായിരിക്കും ഞാൻ എപ്പോഴും നോക്കുന്നത്, ഹൈറ്റ് എപ്പോഴും ഞാൻ മേലോട്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ഇരിക്കുവാണെങ്കിൽ, റിയൽ ആയിട്ട് എന്താണ്, മറ്റേ ഇറക്റ്റ് ആണെങ്കിൽ, ഹൈറ്റ് ഒരു വസ്തു ഇറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ്, ഒരു വസ്തു ഇറക്റ്റ് ആണെങ്കിൽ വസ്തു എങ്ങനെ ഇരിക്കുന്നത്, അപ്രൈറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഏത് ആക്സ് ആണ്, പോസിറ്റീവ് വൈ ആക്സ് അല്ലേ. അപ്പം ഒരു വസ്തു ഇറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ഹൈറ്റ് ആയിരിക്കും. ഒരു വസ്തു എന്തായിരിക്കും, പോസിറ്റീവ് ഹൈറ്റ് ആയിരിക്കും. നോക്കി, ഒരു ഫിഗറില ഇമേജ് എനിക്ക് ഇൻവേർട്ട് ആണ് കിട്ടിയത് വയ്ക്കുക, ഒരു ഫിഗറിൽ ഇമേജ് ഇൻവേർട്ട് ആണ് കിട്ടിയത് വയ്ക്കുക. ഇവിടെ ഇൻവേർട്ട് എന്താണ്, ഹൈറ്റ് എവിടെയാണ്, വൈ ആക്സിലെ കൂട്ടിമുട്ടുന്നത്. ഇവിടെ ഹൈറ്റ് എന്താണ്, വൈ ആക്സ്, നെഗറ്റീവ് വൈ ആക്സിലെ കൂട്ടിമുട്ടുന്നത്. ഇവിടുത്തെ ഹൈറ്റ് നോക്കി, ഇറക്റ്റ് ആണെങ്കിൽ ഹൈറ്റ് എന്താണ്, പോസിറ്റീവ് വൈ ആക്സ് കൂട്ടിമുട്ടില്ല. അപ്പൊ എന്താണ്, ഇറക്റ്റ് ആണെങ്കിൽ ഇമേജിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണ്. അതിനൊക്കെ തിരിച്ചു നോക്കിയേ, ഇവിടെ ഇൻവേർട്ടഡ് ആണ് അല്ലേ, ഇൻവേർട്ട് ആണെങ്കിൽ നോക്കിയേ വൈ ആക്സിൽ അല്ലേ ഇവിടുത്തെ ഹൈറ്റ് ക്രിയേറ്റ് ആവുന്നത്.
അപ്പൊ എന്താണ് ഇൻവേർട്ടഡ് ആണെങ്കിൽ എന്തായിരിക്കും ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും, ഹൈറ്റ് നെഗറ്റീവ് ഹൈറ്റ് ആയിരിക്കും. നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പിടിച്ച് നല്ലതായിരിക്കും കേട്ടോ. നോക്കിയേ, നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്, യു കോൺവെക്സ് ആയാലും കോൺകേവിലായാലും യു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് എന്താ എടുക്കുക, യു നെഗറ്റീവ് ആയിരിക്കും. യു എപ്പോഴും നമ്മൾ എടുക്കുന്ന യു എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അത് കണക്കന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഏത് കേസിൽ എന്തായിരിക്കും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് കണക്കന്നെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അത് കണക്കന്നെ കോൺവെക്സ് ലെൻസിന്റെ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ എപ്പോഴും നെഗറ്റീവും കോൺവെക്സ് ലെൻസിന്റെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കോൺകേവ് ലെൻസിന്റെ എപ്പോഴും നെഗറ്റീവും കോൺവെക്സ് ലെൻസിന്റെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അതിനൊക്കെ തന്നെ യു നമ്മൾ ഏതൊക്കെ കണക്ക് ഏതൊക്കെ മാത്സ് പ്രോബ്ലം നിങ്ങൾ എന്തായാലും പാടത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം എല്ലാം എടുക്കുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ് നമ്മൾ എടുക്കുക നെഗറ്റീവ് ആയിട്ട് എടുക്കുക കേട്ടോ. അതിനൊക്കെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. കാര്യം എന്താണ്, നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുന്നത് ഇവിടെ അല്ല വെക്കുന്നത്, ഈ സൈഡിൽ ഒബ്ജക്റ്റ് വെക്കുന്നത്, ഈ സൈഡിൽ ഒബ്ജക്റ്റ് വെക്കുന്നില്ല. അപ്പൊ ഒബ്ജക്റ്റും ലെൻസ് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെയല്ല നോക്കുന്നത്, തന്നെ ഇങ്ങനെ നോക്കുന്നില്ല. ലെൻസും ഒബ്ജക്റ്റും നമ്മൾ ദൂരം നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ എന്താണ് നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ. അപ്പൊ എന്താണ് അതുകൊണ്ടാണ് യു എപ്പോഴും നെഗറ്റീവ് ആയത് കേട്ടോ. അതിനെ നോക്കിയാൽ നമ്മൾ ഒബ്ജക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, അപ്രൈറ്റ് അല്ലേ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് എപ്പോഴും എന്താണ് ഇറക്റ്റ് അല്ലേ, ഒബ്ജക്റ്റ് എപ്പോഴും എന്താണ് ഇറക്റ്റ് അല്ലേ. ഇറക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ഐ ആക്സിസ് അല്ലേ ഹൈറ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ നോക്കിയേ അതുകൊണ്ടാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റ് എന്താണ് എപ്പോഴും പോസിറ്റീവ് ആവുന്നത് കേട്ടോ. ഇനി എന്താണ് മാഗ്നിഫിക്കേഷൻ? ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 ശരിക്കും ഇതെനിക്ക് എങ്ങനത്തെ ഇമേജ് കിട്ടി, എനിക്കൊരു 15 സെന്റിമീറ്റർ ഉള്ള ഇമേജ് കിട്ടി. 5 സെന്റിമീറ്റർ ഉള്ള ഹൈറ്റ് ഉള്ള വസ്തുവിനെ ഞാൻ വയ്ക്കാം, ഹൈറ്റ് ഉള്ള ഒബ്ജക്റ്റിന് വയ്ക്കാതെ എന്ത് കിട്ടി 15 സെന്റിമീറ്റർ ഉള്ള ആ വസ്തുവിന്റെ 15 സെന്റിമീറ്റർ ഉള്ള ഇമേജ് കിട്ടി. നോക്കി അവിടെ ഇപ്പൊ എത്ര മടങ്ങാണ് അവിടെ വർദ്ധിച്ചത്, ഇവിടെ എത്ര മടങ്ങാണ് ഹൈറ്റ് കൂടിയത്, 3 ടൈംസ് അല്ലേ. 5 × 3 = 15. അപ്പൊ 3 ടൈംസ് ഇവിടെ ഹൈറ്റ് എത്രയാണ് കൂടിയത്, 3 ടൈംസ് കൂടിയല്ലേ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക എനിക്ക്, 3 ടൈംസ് മാഗ്നിഫൈഡ് അല്ലേ, 3 ടൈംസ് മാഗ്നിഫൈഡ് ആയല്ലേ, 3 ടൈംസ് മാഗ്നിഫൈഡ് ആയി. അപ്പൊ നമ്മള് ഇക്വേഷൻ വൈസ് എങ്ങനെ എഴുതും, magnification is equal to height of the image by height of the object. Summation of height of the image by height of the object. Okay, height of the image by height of the object. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, m is equal to hi by ho, height of the image by height of the object. അല്ലെങ്കിൽ എന്താണ് v by u എന്ന് എഴുതാം. എന്താണ് v by u, ഇവിടുത്തെ v എന്താണ് ലെൻസും, ഇവിടുത്തെ v എന്താണ് ലെൻസും, ആ ഇമേജ് നമ്മൾ ദൂരത്ത് പറഞ്ഞ പേരാണ് v. u എന്താണ് ലെൻസും, ഒബ്ജക്റ്റ് നമ്മൾ ദൂരത്ത് പറഞ്ഞ പേരാണ് v u അല്ലേ. അപ്പൊ ഈ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ hi by ho അല്ലെങ്കിൽ എന്താണ് v by u. v എന്താണ് ലെൻസും, ഇമേജ് നമ്മളുള്ള ഡിസ്റ്റൻസ്, u എന്താണ് ലെൻസും ഒബ്ജക്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ്. സംശയം ഉണ്ടോ നോക്കിയേ, ഇവിടെ എനിക്ക് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടുവാണ്. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് പറയാം, നെഗറ്റീവ് ഏതോ സംഖ്യ കിട്ടുവാണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടുവാണ്. അതിന്റെ അർത്ഥം എന്താണ്, എനിക്ക് എന്തറിയാം മാഗ്നിഫിക്കേഷൻ ഇസ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണല്ലേ. എന്ത് പറഞ്ഞ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, എന്തായിരിക്കും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ h എന്തായിരിക്കണം, h മസ്റ്റ് ബി നെഗറ്റീവ് അല്ലേ, h നെഗറ്റീവ് ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഇമേജ് എന്തായിരിക്കും ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും അല്ലെ, ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ്, ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ. അടുത്ത മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എപ്പോഴാണ് വരുന്നത്, ഇമേജ് ഇറക്റ്റ് ആകുമ്പോഴായിരിക്കും, ഇമേജ് ഇറക്റ്റ് ആകുമ്പോഴായിരിക്കും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടുന്നത്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അർത്ഥം എന്താണ്, ഇമേജ്
ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. HA/HO ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് പറഞ്ഞ കാര്യമാണ് V by U അല്ലേ, അല്ലെങ്കിൽ M is equal to HA/HO is equal to V by U. മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ് ഫോർ ഇറക്റ്റ് ഇമേജ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് മാഗ്നിഫിക്കേഷൻ ഇറക്റ്റ് ആണ്. ആർക്ക്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ആർക്ക്? ഇറക്റ്റ് ഇമേജസിന് അല്ലേ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ആർക്ക്? ഇറക്റ്റ് ഇമേജസിന് അല്ലേ. അടുത്ത് നോക്കിയേ, മാഗ്നിഫിക്കേഷൻ ഇസ് നെഗറ്റീവ് ഫോർ ഇൻവേർഡ് ഇമേജ്. പറഞ്ഞ കാര്യം എന്താണ്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. ആർക്ക്? ഇൻവേർഡ് ഇമേജിന് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി അതേ കണക്കാണ് നോക്കിയേ, എനിക്ക് എന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 1 എന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 ആയിരുന്നു. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 3 ആയിരുന്നു. ഇമേജിന്റെ ഹൈറ്റ് എത്രയായിട്ട് മാറി പറഞ്ഞേ? ഇമേജിന്റെ ഹൈറ്റ് 1.5 ആയിട്ട് മാറി. 1.5 ആയിട്ട് മാറി. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 3 ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? 1.5. അപ്പൊ മാഗ്നിഫിക്കേഷൻ അർത്ഥം എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. അപ്പം 1.5/3 വരുന്നില്ല. അപ്പൊ എത്രയാണ്? 1/2 എന്ന് വന്നു. നമുക്ക് എത്രയാണ്? 0.5 അല്ലേ. അപ്പൊ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അർത്ഥം എന്താണ്? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ അർത്ഥം എന്താണ്? മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ അർത്ഥം എന്താണ്? ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. എന്തായിരിക്കും? ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ ഇമേജ് മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അർത്ഥം എന്താണ്? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, സ്മാൾ ആയിരിക്കും. ഈ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അർത്ഥം എന്താണ്? ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ണാടി കടയിലെ പോകുമ്പോൾ എന്താണ് പറഞ്ഞത്? പവർ നോക്കിയാണ് കണ്ണാടി അല്ലേ. പവർ നോക്കിയാണ്. അപ്പൊ ചില ആൾക്കാർ +2 ആണ്, ചില ആൾക്കാർ +0.5 ആണ്, ചില ആൾക്കാർ -0.5 ആണ്. ഈ നെഗറ്റീവും പ്ലസും പോയിന്റും ഈ 0.5 ഒക്കെ പറഞ്ഞ പവർ ആണല്ലേ. അപ്പൊ എന്താണ് പവർ എന്ന് പറയുമ്പോൾ? പവർ ബേസിക്കലി വേറെ ഒന്നുമല്ല. പവർ എന്താണ്? 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഞാൻ എടുക്കാൻ പോകുന്ന ലെൻസ്, ഞാൻ ഉദ്ദേശിക്കുന്ന ലെൻസ് ഏതാണോ ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എടുത്തിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുക്കുന്നതാണ് ആ ലെൻസിന് പവർ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഒരാളെ 0.5 ആണ്, ഒരാളെ ലെൻസിന് പവർ 0.5 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ എടുക്കാൻ പോകുന്ന ആ വ്യക്തി എടുക്കാൻ പോകുന്ന ലെൻസിന്റെ 1/4 ഫോക്കൽ എന്താണ്? 0.5 അല്ലേ. അപ്പൊ ഫോക്കൽ എന്തായിരിക്കും? 1/0.5 ആയിരിക്കും. അപ്പൊ എത്രയാണ്? 2 ആയിരിക്കും. അപ്പൊ ആ വ്യക്തി എന്താണ് എടുക്കാൻ പോകുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ 0.5 എന്ന് ഒരാൾ കടയിൽ പറയുകയാണ് 0.5 ഫോക്കൽ ലെങ്ത് 0.5 പവർ ആണെന്ന് പറയുവാണ്. അതിന്റെ അർത്ഥം എന്താണ്? അയാൾ എടുക്കാൻ പോകുന്ന ലെൻസ് എന്തായിരിക്കും? 2 ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരിക്കും അയാൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതേ കണക്കാണ് നേരത്തെ പറഞ്ഞ കണക്കാണ് ഫോക്കൽ ലെങ്ത് പറഞ്ഞ എന്താണ്? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആർക്കാണ്? കോൺവെക്സിനാണ് അല്ലേ. അതിനൊക്കെ തന്നെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആർക്കാണ്? കോൺകേവിനാണ് അല്ലേ. എന്താണ് അതിന്റെ ഇൻവേഴ്സ് അല്ലേ എന്ന് പറയുമ്പോൾ പവർ എന്ന് പറയുമ്പോൾ പവർ നെഗറ്റീവ് ആർക്കാണ്? പവർ നെഗറ്റീവ് കോൺകേവിനാണ് കേട്ടോ. സെയിം സാധനം തന്നെയാണ്. പവർ പോസിറ്റീവ് ആർക്കാണ്? കോൺവെക്സിനാണ് കേട്ടോ. ഒരാൾ പറയുവാണ് എന്താണ്? അയാളെ കണ്ണിന്റെ പവർ അല്ലെങ്കിൽ അയാളെ ലെൻസിന്റെ പവർ -0.5 ആണ്. അയാളെ ലെൻസിന്റെ പവർ -0.5 ആണ്. ഫോക്കൽ എന്ന് നമുക്ക് ഫോക്കൽ എന്താണ്? പവർ എന്താണ്? 1/4 ഫോക്കൽ എന്താണ് അല്ലേ. അപ്പൊ ഫോക്കൽ ലെങ്ത് 1/4 പവർ എന്ന് എഴുതാവോ എനിക്ക്? അപ്പൊ F is equal ഫോക്കൽ ലെങ്ത് 1/-0.5 അല്ലേ. അപ്പൊ എനിക്ക് എത്ര കിട്ടും? -2. അപ്പൊ അതിന്റെ അർത്ഥമാണ് അയാൾ എന്തായിരിക്കും? 2 ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് എടുക്കാൻ പോകുന്നത്. നോക്കി, -2 അല്ലേ. ഈ നെഗറ്റീവ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? അയാള് കോൺകേവ് ലെൻസാണ് എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അയാൾ കോൺകേവ് ലെൻസാണ് എടുക്കാൻ പോകുന്നത്. എന്താണ്? പവറിന്റെ നെഗറ്റീവ് എടുത്താൽ നടത്തുന്നതാണ്. പവർ നെഗറ്റീവ് എടുത്താൽ നടത്തുന്നതാണ്. അത് കോൺകേവ് ആയിരിക്കും. എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും കേട്ടോ. പവർ പോസിറ്റീവ് ആണെങ്കിലോ? പവർ പോസിറ്റീവ് ആണ് എന്തായിരിക്കും? അത് കോൺവെക്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ കോൺകേവ് കോൺവെക്സ് മനസ്സിലായി എന്താണെന്ന്? അപ്പൊ പവർ മനസ്സിലായ? അതേ കണക്കന്നെ പവറിന്റെ SI യൂണിറ്റ് എന്താണ്? പവറിന്റെ SI യൂണിറ്റ് നമ്മുടെ ലെൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. പവർ ഓഫ് ദ ലെൻസ്, പവറിന്റെ SI യൂണിറ്റ് മാറ്റാണ് കേട്ടോ. അത് കറന്റ് കേസിലാണ്. പവർ ഓഫ് ദ ലെൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. എന്താണ്? ഡയോപ്റ്റർ.
ഡയോപ്റ്റർ അഥവാ ക്യാപിറ്റൽ ലെറ്റർ ഡി ആണെന്ന് പറയുമ്പോൾ പവർ ഓഫ് ദ ലെൻസ്, പവർ ഓഫ് ദ ലെൻസ് എന്താണ്? ഡയോപ്റ്റർ അഥവാ ക്യാപിറ്റൽ ലെറ്റർ ഡി. അപ്പം പവർ ഡയോപ്റ്റർ ആണെങ്കിൽ കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കും. ഇപ്പൊ ഒരാൾ പറയുവാണ് ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ, അതിന്റെ പവർ ഒടിയും പറയുവാണ്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് പി ഈസ് ഈക്വൽ ടു 1/f എന്ന് എഴുതി 1/1 കൊടുക്കോ? ഇല്ല, ഇവിടെ എന്താണ് 1 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പവറിന് എസ് ഐ കൊണ്ട് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എസ് ഐ കൊണ്ട് ഇടാക്കണല്ലോ. അപ്പൊ എന്താണ് 1 സെന്റിമീറ്ററിന് 1 മീറ്ററിലോട്ട് ആക്കണല്ലോ. അപ്പൊ എന്താണ് 1 സെന്റിമീറ്റർ 1/100 മീറ്റർ അല്ലേ? അപ്പൊ എന്താണ് പവർ ഈസ് ഈക്വൽ ടു 1/1/100 ആവില്ലേ? അപ്പൊ പവർ ഈസ് ഈക്വൽ ടു 100 ഡയോപ്റ്റർ എന്ന് കിട്ടും. സംശയമുണ്ടോ? മനസ്സിലായോ? അപ്പം ഫോക്കസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം അതിന് പവർ കൂടുതലായിരിക്കും. ഫോക്കസ് എത്രത്തോളം കുറവാണ് അതിന്റെ അർത്ഥം അത്രത്തോളം പവർ ആയിരിക്കും അർത്ഥം കേട്ടോ. ഓക്കെ, പവർ ഇസ് ഫോക്കൽ ലെങ്ത് അറിയാം, 1/f ആണെന്ന് അറിയാം. ലോവർ ഫോക്കൽ ലെങ്ത് ഹയർ പവർ. ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ എന്തായിരിക്കും? വലിയ ഹൈ പവർ ആയിരിക്കും കേട്ടോ. അതിനൊക്കെ തന്നെ എഫ് ഷുഡ് ബി ഇൻ മീറ്റർ. എന്തായിരിക്കും? എഫ് എന്തായിരിക്കണം? മീറ്ററിലായിരിക്കും. എങ്കിൽ മാത്രമേ പവർ നമുക്ക് ഡയോപ്റ്റർ കിട്ടത്തുള്ളൂ. എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ഇസ് ഡയോപ്റ്റർ. പവറിന്റെ എസ് ഐ യൂണിറ്റ് വാക്കാണ്. പവർ ഓഫ് ദ ലെൻസ് ആണ് ഡയോപ്റ്റർ കേട്ടോ. ഇത് പോസിറ്റീവ് പവർ. പോസിറ്റീവ് ആർക്കാണുള്ളത്? കോൺവെക്സ് ലെൻസ്. കാരണം എന്താണ്? ഫോക്കൽ ലെങ്ത് ആർക്കായിരുന്നു പോസിറ്റീവ്? കോൺവെക്ഷൻ അല്ലായിരുന്നു. അപ്പം പവർ ആർക്കാണ് പോസിറ്റീവ്? കോൺവെക്സ് തന്നെയാണ് കേട്ടോ. അടുത്ത നെഗറ്റീവ്. നെഗറ്റീവ് ആർക്കാണ്? നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആർക്കാണ്? കോൺകേവിനാണ്. അപ്പൊ നെഗറ്റീവ് പവർ ആർക്ക് തന്നെയാണ്? കോൺകേവിന് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന 2 കേസ് എന്തോന്നൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ്? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? നമ്മൾക്ക് സാധാരണ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എടുക്കണം. ആ സിമ്പിൾ മൈക്രോസ്കോപ്പ് 2 ലെൻസ് ഇല്ലേ? കാണുന്നിടത്ത് ഒരു ലെൻസ് ഉണ്ട്. അതിനൊക്കെ ആ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണ് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, ആ ഒബ്സർവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അവിടെ എന്തുണ്ട്? ലെൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒബ്സർവ് ചെയ്യുന്ന ലെൻസിന്റെ ഒബ്ജക്റ്റിന്റെ അവിടെ ചെയ്യുന്ന ലെൻസിന് പറഞ്ഞ പേരാണെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലേ? എന്ന് പറഞ്ഞ പേരാണ് ആ ഒബ്ജക്റ്റിന്റെ അടുത്ത് ലെൻസിന് പറഞ്ഞ പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അതിനൊക്കെ എന്താണ്? ഞാൻ കണ്ണിന്റെ ഒരു ലെൻസ് കാണത്തില്ലേ, ഞാൻ നോക്കുന്ന സ്ഥലത്ത് ലെൻസ് കാണത്തില്ലേ, അതെന്താണ്? ഐ പീസ്. ആ ലെൻസ് പറഞ്ഞ പേരാണ് ഐ പീസ്. എന്താണ്? ഐ പീസ്. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഐ പീസ് എന്താണ്? ഇവിടുത്തെ ഐ പീസ് എന്തായിരിക്കും? ഐ പീസും കോൺവെക്സ് ലെൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു സംഭവം, നിങ്ങൾ ടെസ്റ്റ് കുറെ കൊടുത്തു, ടെസ്റ്റ് അത്രയും പഠിക്കാനില്ല. ടെസ്റ്റ് പഠിക്കുന്ന ഒരേ സംഭവം എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. എന്തായിരിക്കും? കുറവായിരിക്കും, സ്മാൾ ആയിരിക്കും. കോമ്പൗണ്ട് ലെൻസിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ എന്തായിരിക്കും? ഐ പീസുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്മാൾ ആയിരിക്കും. ഐ പീസ് എന്തായിരിക്കും? അതിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവ് ലെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ഇപ്പൊ എങ്ങനെയാ കോമ്പൗണ്ട് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് വിചാരിക്കുക. ഇപ്പൊ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിചാരിക്കുക, ചെറിയ ഫോക്കൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിചാരിക്കും. എന്ത് ചെയ്യണം? ഇവിടെ ഒ എം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2f ഉണ്ടല്ലേ? 2f ഉണ്ട്. ഇവിടെ എന്താണ്? f0 2f ഉണ്ടല്ലേ? നോക്കി, ഇവിടെയാണ് ഒബ്ജക്റ്റ്, ഇവിടെയാണ് ഒബ്ജക്റ്റ് ജയിക്കുക. അപ്പൊ ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആവും. ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആവുന്ന സംശയമുണ്ടോ? ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആവത്തില്ല. കുറച്ച് ഇമേജ് ആയിരിക്കല്ലേ? ഇപ്പൊ നോക്കി, ഇവിടെ ഇനി ആരുണ്ട്? ഐ പീസ് അല്ലേ? അതിന്റെ ഫോക്കൽ ലെങ്ത് വളരെ വലുതല്ലേ? അപ്പൊ ഏകദേശം ഇവിടെ എങ്ങനെയൊക്കെ ഫോക്കൽ ലെങ്ത് വരത്തില്ല ഐ പീസിന്റെ. നോക്കി, ഇവിടെയാണ് ഒബ്ജക്റ്റീവ് അല്ലേ? ഇവിടെയാണ് ഒപ്റ്റിക് സെന്റർ. ഇവിടെയാണ് ഫോക്കൽ ലെങ്ത്. എന്താണ്? ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത്. ഫോക്കസ് നോക്കി. അപ്പം ഇതെന്താണ്? ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഈ ലെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ എവിടെ ഇരിക്കുന്നത്? ഒപ്റ്റിക് സെന്ററിന്റെ ഫോക്കസ് എന്താണ്? മറ്റേ ഫോക്കസിന്റെ ഇടയ്ക്കല്ലേ? ഒപ്റ്റിക് സെന്ററിന്റെ ഹൈ പീസിന്റെ ഫോക്കസിന്റെ ഇടയ്ക്കല്ലേ എന്തിരിക്കുന്നത്? ഇവിടുത്തെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? ഒരു കോൺവെക്സ് ലെൻസിലെ ഫോക്കൽ ലെങ്തിന്റെ ഒരു ഫോക്കസിന്റെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആണെങ്കിൽ ഇമേജ് എവിടെ ക്രിയേറ്റ് ആവും? ഒബ്ജക്റ്റിന്റെ ബാക്കിൽ ക്രിയേറ്റ് ആവും. അപ്പൊ എന്ത് ഇമേജ് ആയിരിക്കും? മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കത്തില്ല. അപ്പൊ എന്താണ്? ഈ ഒബ്ജക്റ്റ് എന്തോന്ന് ചെയ്ത്? ഈ ഇമേജ് എന്തോന്ന് ചെയ്ത്? ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്തോന്ന് ചെയ്ത്? ഈ ലെൻസ് എന്തോന്ന് ചെയ്ത്? കുറച്ച് ഇൻവെർട്ടഡ് ആക്കിയിട്ട് കുറച്ച് മാഗ്നിഫൈഡ് വിട്ടില്ല. കുറച്ച് ഇൻവെർട്ടഡ് ആക്കിയിട്ട് മാഗ്നിഫൈ ആക്കിയിട്ട് എന്തായത്? ഇൻവെർട്ടഡ് ആക്കി അത് മാത്രമല്ല മാഗ്നിഫൈഡും ആക്കിയല്ലേ? മാഗ്നിഫൈഡും ആക്കി. ഇനി എടുത്ത ഐ പീസ് ലെൻസ് എന്താ ചെയ്തത്?
ഇൻവേർഡ് ഇമേജ് അതേ കണക്കെ തിരിച്ചു കിട്ടിയില്ലേ? ഇതിനെ വീണ്ടും ഇൻവേർട്ട് ആക്കിയോ? ഇല്ല. അപ്പൊ എന്താണ്? ഇറക്റ്റ് അല്ലേ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഇറക്റ്റ് ആയിട്ട് കിട്ടി. അത് മാത്രമല്ല എന്താണ് ഇവിടെ മാഗ്നിഫൈഡ്, ഇവിടെ ഹൈലി മാഗ്നിഫൈഡ് ആണ് കേട്ടോ. ഇവിടെ ഹൈലി മാഗ്നിഫൈഡ് ആണ്, ഹൈലി മാഗ്നിഫൈഡ് ആണ്. നോക്കിയേ, ഇൻവേർട്ട് ആണെങ്കിൽ എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും അല്ലേ? ഇവിടെ കിട്ടുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൽ കിട്ടുന്ന എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. കാരണം ഇപ്പോ ഐ പി എസ് കിട്ടുന്ന ഇമേജ് എന്താണ്? ഇറക്റ്റ് ആണല്ലോ. ഇറക്റ്റ് ആണെങ്കിൽ എന്ത് ഇമേജ് ആയിരിക്കും? അത് വിർച്വൽ ഇമേജ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മള് ഐ പി എസ് വഴി നോക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് എന്ത് ഇമേജ് ആണ്? വിർച്വൽ ഇമേജ് ആണ് കേട്ടോ. പക്ഷെ നമ്മള് ഒബ്ജക്റ്റീവ് ലെൻസിൽ കിട്ടുന്ന ഇമേജ് എന്താണ്? റിയൽ ഇമേജ് ആണ് കേട്ടോ. എങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ? ഇനി അടുത്ത് എങ്ങനെയാണ് ടെലസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ നോക്കിയേ, ഒബ്ജക്റ്റീവ് പാർട്ട് ഉണ്ട്, ഐ പി എസ് പാർട്ട്. ഒബ്ജക്റ്റീവ് പാർട്ട് ഓഫ് ലെൻസ് ക്ലോസർ ടു ഒബ്ജക്റ്റീവ് ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, വിചാരിക്കുന്ന വസ്തുവിന്റെ ഏതാണോ അതിന്റെ അടുത്ത് വയ്ക്കുന്ന ലെൻസ് പറഞ്ഞതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് എന്താണ്? നമ്മൾ കാണാൻ യൂസ് ചെയ്യുന്ന ലെൻസ് പറഞ്ഞതാണ് മൈക്രോസ്കോപ്പിന്റെ ഐ പീസ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കാര്യം ഫോക്കൽ ലെങ്ത് കൂടുതലാണ് ഐ പീസിന്റെ. കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ. ഒന്നുകൂടെ സംശയം ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മതി. അതൊക്കെ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ F1 and 2F ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ പറഞ്ഞത് എന്താണ്? എഫിന്റെ 2F ഇടയ്ക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒബ്ജക്റ്റീവ് ലെൻസിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണല്ലോ. അപ്പൊ എവിടെ ഇമേജ് ഫോം ചെയ്ത്? ആ ലെൻസിന്റെ തന്നെ 2F ബിയോണ്ട് ഇമേജ് ഫോം ചെയ്തല്ലേ? അപ്പൊ അടുത്ത ലെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഈ ഇമേജ് ആണ് ഇരിക്കുന്നത്. ഈ ഇമേജ് ഇതിന്റെ ഓയുടെ അതിന്റെ ഫോക്കസിന്റെ ഇടയ്ക്കാണല്ലേ? അപ്പൊ എങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നത്? വിർച്വൽ ആയിട്ടുള്ള, ഇറക്റ്റ് ആയിട്ടുള്ള, ഹൈലി മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സാധനം പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമല്ല, സെയിം സാധനം ഇവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് എന്താണ് പഠിക്കാനുള്ളത്? ലാസ്റ്റ് പഠിക്കുന്ന കേസാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് അടുത്ത റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് അല്ലായിരുന്നു? അടുത്തെന്താണ്? റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. അടുത്ത് പഠിക്കാനുള്ളത് തന്നെ. ഓക്കെ, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ആണ്. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് നേരത്തെ പറഞ്ഞ എന്തോ രണ്ട് തരം ലെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഇവിടെ ഐ പീസും ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്? അങ്ങ് ദൂരെയുള്ള ലൈറ്റ് റേസിനെ ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് എന്താണ്? ആ ഇമേജിന് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ഐ പീസ് കേട്ടോ. രണ്ടും ഇവിടെ എന്ത് തന്നെയാണ്? കോൺവെക്സ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്? ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് ഭയങ്കര കൂടുതൽ. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കൽ ലെങ്ത് ഭയങ്കര കൂടുതൽ. ഇവിടുത്തെ ഐ പീസ് ഫോക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും. ഫോക്കൽ ലെങ്ത് സ്മാൾ ആയിരിക്കും. നേരെ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഹൈ ആയിരിക്കും, ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് സ്മാൾ ആയിരിക്കും കേട്ടോ. ഇവിടെ എന്തിനാ ഹൈ ഫോക്കൽ ലെങ്ത്? കാര്യം എന്താ? ഹൈ ഫോക്കൽ ലെങ്ത് എന്താണ്? നമ്മൾ ഒരുപാട് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് റേസ് വരുന്നില്ല, ഇൻഫിനിറ്റ് ദൂരത്തിൽ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നത്. ഈ ലൈറ്റ് റേസ് ക്യാപ്ചർ എന്ത് വേണം? വലിയൊരു ഒബ്ജക്റ്റീവ് ലെൻസും വേണം, അതിനനുസരിച്ച് വലിയ ഫോക്കൽ ലെങ്ത് ഉള്ള വലിയൊരു ഒബ്ജക്റ്റീവ് ലെൻസ് വേണം അല്ലേ? എങ്കിലല്ലേ മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റ് റേസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ലൈറ്റ് റേസ് യൂസ് ചെയ്ത് ഇമേജ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇവിടെ മനസ്സിലായോ? Others parallel rays from the distant object ദൂരം വരുന്ന parallel rays ക്യാപ്ചർ എന്ത് വേണം? അവിടെ വലിയൊരു ലെൻസ് വേണം അല്ലേ? ഫോം എ റിയൽ ഇൻവെർട്ടഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആസ് ഫോക്കൽ പ്ലെയിൻ. എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആ കിട്ടുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യുവാണ്? ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഡിമിനിഷ്ഡ് ആയിട്ട് ഇൻവെർട്ടഡ് ആയിട്ട് ഫോക്കൽ ലെൻസിന് അതിലൊരു എന്താണ്? ഒരു ഫോക്കൽ പ്ലെയിനിന്റെ അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്താണ്? ബേസിക്കലി ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കേസ് തന്നെ. എന്താണ് പറഞ്ഞ ആവശ്യമില്ല. നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ്? അതിന്റെ ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇതൊരു വലിയ, ഇത് ഭയങ്കര ഫോക്കൽ ലെങ്ത് ആണ്. ഇതിപ്പോ ഫോക്കൽ ലെങ്ത് ഇവിടെയൊക്കെ ധരിച്ചോ? ഹൈലി ഫോക്കൽ, ഭയങ്കര ഫോക്കൽ ലെങ്ത് അല്ല. നോക്കിയേ, ഇവിടുന്ന് ലൈറ്റ് റേസിങ്ങിനെ പാരലായിട്ട് വരുവാണല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസിന്റെ അവിടെ ഇമേജ് ക്രിയേറ്റ് ആവുന്നു. ഫോക്കസിന്റെ അവിടെ ഇമേജ് ക്രിയേറ്റ് ആവുന്നില്ലേ? അപ്പൊ എന്താണ്? ചെറിയൊരു സ്മാൾ ഇമേജ് ക്രിയേറ്റ് ആയി. ഇവിടെ വരുന്ന ഇമേജ്, വരുന്ന ഒബ്ജക്റ്റിന്റെ സ്മാൾ ഇമേജ് അവിടെ ക്രിയേറ്റ് ആയാലും ഇവിടെ എന്താണുള്ളത്? ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു സ്മാൾ ഫോക്കൽ ലെങ്ത് ഉള്ള സ്മാൾ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു സ്മാൾ ഫോക്കൽ ലെങ്ത് എന്തുണ്ട്? ഇവിടെ സ്മാൾ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ഐ പീസ് ഉണ്ട്. സ്മാൾ ഫോക്കൽ ലെങ്ത് ഐ പീസ് ഉണ്ട്. നോക്കി, ഈ ഒബ്ജക്റ്റ് എവിടെ ക്രിയേറ്റ് ആയത്? ഇതിന്റെ ഫോക്കസിന്റെയും ഇതിന്റെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്കല്ലേ ക്രിയേറ്റ് ആയത്. അപ്പൊ എന്ത് ചെയ്യുവാണ്? ഇതിനെ മാഗ്നിഫൈഡ് കാണിക്കുന്നില്ല. ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് എന്തോന്ന് ചെയ്യും? ഇതിന് മാഗ്നിഫൈഡ് ആക്കത്തില്ല. അപ്പൊ എന്താണ്?
എനിക്കൊരു വലിയൊരു ഇമേജ് കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇത്രയും മാത്രമേ പഠിക്കാനുള്ള അടുത്ത് എന്താണ് ഫൈനൽ ഇമേജ് വിർച്വലായിരിക്കും അല്ലേ? നോക്കി ഇവിടെ ഇവിടുന്ന് ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് കിട്ടുന്ന ഇമേജ് എങ്ങനത്തെ ഇമേജ് ആണ്? റിയൽ ഇമേജ്. പക്ഷെ നോക്കി ഈ റിയൽ ഇമേജ് എവിടെ ഇരിക്കുന്നത്? ഈ ലെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഓയുടെ എഫിന്റെ ഇടയ്ക്കല്ലേ. അപ്പൊ ഈ ഇമേജിനെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തല്ലേ ഇവിടെ ഈ ലെൻസ് ഐ പീസ് ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ഈ ലെൻസുമായി ഈ ഒരു ഇമേജുമായി ഈ ഒരു ഒബ്ജക്റ്റീവ് ഇമേജുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വിർച്വൽ അല്ലേ? ബേസിക്കലി വിർച്വൽ അല്ലേ? പക്ഷെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വിർച്വൽ അല്ല. പക്ഷെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വിർച്വൽ അല്ലേ? അതാണ് നോക്കി വിർച്വൽ എന്തായിരിക്കും? അത് ഇൻവേർട്ട് ആയിരിക്കും. വിർച്വൽ എന്താണ്? ഇറക്റ്റ് ആയിരിക്കും. ഇതുമായി ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ നോക്കി ഈ ഇമേജ് നോക്കി ഇമേജ് എന്താണ്? ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇമേജ് എന്താണ്? ഇമേജ് റിയൽ ആണല്ലേ? ഇമേജ് റിയൽ. പക്ഷെ എന്താണ്? ഈ ഐ പീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇമേജ് എന്ത് ഇമേജ് ആണ്? വിർച്വൽ ഇമേജ് ആണ് കേട്ടോ. എനിക്ക് ഇത്രയും പാടത്ത് പഠിക്കാനുള്ളൂ. ലാസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് ആയിരുന്നു. നിങ്ങൾക്ക് എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും അതല്ലെങ്കിൽ കോമൺ മൈക്രോസ്കോപ്പും. നിങ്ങൾക്ക് ഇത്ര മാത്രമേ പാടത്ത് പഠിക്കുള്ളൂ. ഇത്ര മാത്രം നിങ്ങൾ ഫോക്കസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പഠനം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി വീണ്ടും കാണാം. ബൈ.